Hi dears, hope you all are staying safe. Today we are going to discuss about a famous theory, social learning theory by Albert Bandura. Actually, this theory was named as observational learning in the earlier period, and later it's changed to social learning theory in 1977. ആൽബർട്ട് ബണ്ടൂര 1960s അദ്ദേഹത്തിൻ്റെ എക്സ്പെരിമെൻ്റ് എല്ലാം ചെയ്തുകൊണ്ട് അദ്ദേഹം ഈ ഒരു പുതിയ കോൺസെപ്റ്റിനെ ഒബ്സർവേഷണൽ ലേണിംഗ് എന്ന പേരിലായിരുന്നു രേഖപ്പെടുത്തിയിരുന്നത്. അതിനുശേഷം പിന്നീട് 1977 ഈ ഒരു ഒബ്സർവേഷണൽ ലേണിംഗ് അതിൽ നിന്നും സോഷ്യൽ ലേണിംഗ് തിയറി എന്ന ഒരു തിയറി എമേർജ് ചെയ്തത്. പിന്നീട് വീണ്ടും അദ്ദേഹം 1986 ഈ തിയറി ഒരുപാട് മോഡിഫിക്കേഷൻസ് എല്ലാം നടത്തി, ഒരുപാട് കൊഗ്നിറ്റീവ് ഫാക്ടേഴ്സ് എല്ലാം ഇതിൻ്റെ ഉള്ളിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് പിന്നീട് ഈ തിയറി സോഷ്യൽ കൊഗ്നിറ്റീവ് തിയറി എന്നുള്ള പേരിൽ വളരെ പ്രസിദ്ധി ആർജിച്ച ഒരു തിയറി ആയിട്ട് ഇന്ന് മാറിക്കഴിഞ്ഞിരിക്കുന്നു. സോ ലെറ്റ് us see it in detail. First, going through the biography of Albert Bandura, he was born on December 4, 1925 in Canada, and he was a famous American psychologist and originator of social cognitive theory. And also he is best known for his modeling study on aggression, referred to as the Bobo doll experiment, which demonstrated that children can learn behaviors through the observation of adults. In 2016, he received the National Medal of Science. And also he had received so many other awards, and his famous book, it's known by the name Social Foundations of Thought and Action. So Albert Bandura, American psychologist, we can call him a social psychologist also. ഒരു സോഷ്യൽ സൈക്കോളജിസ്റ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് ദോസ് കൊഗ്നിറ്റീവ് സൈക്കോളജിസ്റ്റ് ഹൂ അപ്രീഷിയേറ്റ് ദ റോൾ ഓഫ് ഒബ്സർവേഷൻ ഇൻ ലേണിംഗ്. പഠനത്തിൽ നിരീക്ഷണത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് പറയുന്ന കൊഗ്നിറ്റീവ് സൈക്കോളജിസ്റ്റിനെയാണ് നമ്മൾ ആക്ച്വലി സോഷ്യൽ സൈക്കോളജിസ്റ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ ബണ്ടൂര വാസ് വൺ സച്ച് ഫേമസ് സോഷ്യൽ സൈക്കോളജിസ്റ്റ്. 1960 അദ്ദേഹത്തിൻ്റെ ഗവേഷണത്തിൻ്റെ ഭാഗമായിട്ട് ഒരു എക്സ്പെരിമെൻ്റ് നടത്തിയത്. സോ അത് ഫേമസ് ബോബഡോൾ എക്സ്പെരിമെൻറ്റ്. അങ്ങനെ ആ എക്സ്പെരിമെൻ്റ് നടത്തിയത് ആക്ച്വലി കുട്ടികളിലെ അക്രമ സ്വഭാവം അല്ലെങ്കിൽ അഗ്രഷൻ, ആ ഒരു നേച്ചർ എന്തുകൊണ്ട് അല്ലെങ്കിൽ എങ്ങനെ കുട്ടികളിൽ ഇങ്ങനെ ഒരു അഗ്രസീവ് നേച്ചർ വരുന്നു എന്നത് കണ്ടുപിടിക്കാനും അതിന് ഭാഗമായിട്ടുമായിരുന്നു അദ്ദേഹം ബോബഡോൾ എക്സ്പെരിമെൻറ്റ് കണ്ടക്ട് ചെയ്തത്. അതിൽ നിന്നും അദ്ദേഹം എത്തിച്ചേർന്നത് ഒബ്സർവേഷണൽ ലേണിംഗ് എന്ന ഒരു കോൺസെപ്റ്റിലായിരുന്നു. ആക്ച്വലി ഒബ്സർവേഷണൽ ലേണിംഗ് മീൻസ് ചിൽഡ്രൻ ലേൺ ബിഹേവിയേഴ്സ് ത്രൂ ദ ഒബ്സർവേഷൻ ഓഫ് അഡൾട്ട്സ്. നമുക്ക് പറയാം, ചെറിയ കുഞ്ഞുങ്ങൾ എപ്പോഴും അവരുടെ ചുറ്റുമുള്ള മുതിർന്ന ആളുകളുടെ ഓരോ ചെയ്തികളും വളരെ സൂക്ഷ്മമായും ശ്രദ്ധയോടുകൂടിയും നിരീക്ഷിച്ച് പിന്നീട് പല സന്ദർഭങ്ങളിലും അവർ നിരീക്ഷിച്ച മുതിർന്നവരുടെ ചെയ്തികൾ അവരനുകരിക്കുന്നതായിട്ട് നമുക്ക് കാണാം. കുട്ടികൾ പലപ്പോഴും പല കാര്യങ്ങളും ചെയ്തു നോക്കുന്നതും എല്ലാം മുതിർന്നവർ ചെയ്യുന്നത് കണ്ടുകൊണ്ടാണ്. അതിനെ തന്നെയാണ് അദ്ദേഹം ഒബ്സർവേഷണൽ ലേണിംഗ് എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത്. സോ ഇൻ 2016 ഹി റിസീവ്ഡ് നാഷണൽ മെഡൽ ഓഫ് സയൻസ്. ഇതിനു പുറമെ അദ്ദേഹത്തിന് വേറെയും ഒരുപാട് അവാർഡ്സ് എല്ലാം ലഭിച്ചിട്ടുണ്ട്. സോഷ്യൽ ലേണിംഗ് തിയറി 1977 അദ്ദേഹം പ്രൊപ്പഗേറ്റ് ചെയ്യുക സോഷ്യൽ ലേണിംഗ് തിയറി. It agrees both the principles of behaviorist theory, principles of classical conditioning and operant conditioning. നമുക്കറിയാം, the classical conditioning theory which states or which stress the importance of environment in learning. അതോടൊപ്പം തന്നെ ഓപ്പറന്റ് കണ്ടീഷനിങ് തിയറി വിച്ച് സ്റ്റേറ്റ്സ് ദാറ്റ് ബിഹേവിയർ മോഡിഫിക്കേഷൻ ഹാപ്പൻസ് ത്രൂ ദ കോൺസിക്വൻസസ് ആസ് എ റിസൾട്ട് ഓഫ് കോൺസിക്വൻസസ്. പോസിറ്റീവ് അല്ലെങ്കിൽ നെഗറ്റീവ് റീഇൻഫോഴ്സ്മെൻറ്റിനനുസരിച്ച് ഓരോ ബിഹേവിയർ ഓരോ വ്യക്തിയും ഡെവലപ്പ് ചെയ്യും എന്ന് പറഞ്ഞ ഓപ്പറന്റ് കണ്ടീഷനിങ്ങിൻ്റേതും ക്ലാസിക്കൽ കണ്ടീഷനിങ്ങിൻ്റേതുമായ പ്രിൻസിപ്പിൾസിനെ സ്വീകരിച്ചുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ തിയറി ഫോർമുലേറ്റ് ചെയ്യുന്നത്. ഇതിനോടൊപ്പം തന്നെ ഈ രണ്ട് പ്രിൻസിപ്പിൾസിനോടൊപ്പം തന്നെ അദ്ദേഹം രണ്ട് മെയിൻ ഐഡിയാസ് ഇവിടെ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. വൺ ഈസ് മീഡിയേറ്റിംഗ് പ്രോസസ് ഒക്കെ ബിറ്റ്വീൻ സ്റ്റിമുലൈ ആൻഡ് റെസ്പോൺസ്, ആൻഡ് ദ അതർ ഈസ് അബൌട്ട് ഒബ്സർവേഷണൽ ലേണിംഗ്, ദാറ്റ് ഇസ് ബിഹേവിയേഴ്സ് ലേൺ ഫ്രം ദി എൻവിറോൺമെൻറ്റ് ത്രൂ ദ പ്രോസസ് ഓഫ് ഒബ്സർവേഷണൽ ലേണിംഗ്. നമുക്കറിയാം, behaviorist states that in between the stimulus and response there is nothing, there is a black box. സ്റ്റിമുലസ് ആൻഡ് റെസ്പോൺസിനിടയിൽ ഒന്നുമില്ല, ജസ്റ്റ് മെക്കാനിക്കൽ പ്രോസസ് ആയിട്ടായിരുന്നു അത് പറഞ്ഞിരുന്നത്. എന്നാൽ കൊഗ്നിറ്റിവിസ്റ്റ് വന്നു കഴിയുമ്പോഴാണ് ഇൻ ബിറ്റ്വീൻ ദ സ്റ്റിമുലസ് ആൻഡ് റെസ്പോൺസ് ദർ എക്സിസ്റ്റ് എ കൊഗ്നിറ്റീവ് പ്രോസസ്. സോ അവിടെ ഒരു ബ്ലാങ്ക് സ്ലേറ്റ് അല്ലെങ്കിൽ ബ്ലാക്ക് ബോക്സ് അല്ല,
അവിടെ ഒരു കൊഗ്നിറ്റീവ് പ്രോസസ്സിംഗ് നടക്കുന്നുണ്ടെന്നും അങ്ങനെയാണ് സ്റ്റിമുലസിന് അപ്രോപ്രിയേറ്റഡ് ആയിട്ടുള്ള ഒരു റെസ്പോൺസ് വരുന്നതെന്നുമാണ് കൊഗ്നിറ്റിവിസ്റ്റ് പറഞ്ഞിരുന്നത്. സോ ഈ കൊഗ്നിറ്റിവിസ്റ്റിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ്, ഈ ഒരു കൊഗ്നിറ്റീവ് പ്രോസസ്സിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് ആൽബർട്ട് ബണ്ടൂര അദ്ദേഹത്തിൻ്റെ തിയറിയിലും മീഡിയേറ്റിംഗ് പ്രോസസ്സിനെ കുറിച്ച് പറയുന്നത്. സോ ഹി സേസ് ദാറ്റ് ദർ എക്സിസ്റ്റ് എ പ്രോസസ്, he named it as mediating process which occurs between the stimuli and response. And also he says about observational learning. അദ്ദേഹം പറയുന്നത് നമ്മുടെ ചുറ്റുപാടിൽ നിന്നും നമ്മൾ പല കാര്യങ്ങളും പഠിച്ചെടുക്കുന്നുണ്ട്. ആൻഡ് ഹൗ വി ലേൺ ഓൾ ദീസ് തിങ്സ്, ഇറ്റ്സ് ജസ്റ്റ് ത്രൂ ദ പ്രോസസ് ഓഫ് ഒബ്സർവേഷണൽ ലേണിംഗ്. നമ്മൾ ഇങ്ങനെ ചുറ്റുപാടിൽ നിന്നുള്ള പല കാര്യങ്ങളും നിരീക്ഷിച്ച് പഠിക്കുന്നത് ഈ ഒരു ഒബ്സർവേഷണൽ ലേണിങ്ങിലൂടെയാണെന്നും അദ്ദേഹം ഈ ഒരു തിയറിയിൽ സ്റ്റേറ്റ് ചെയ്യുന്നുണ്ട്. സോ ആസ് ഓൾറെഡി സെഡ്, 1960s അദ്ദേഹം ബോബഡോൾ എക്സ്പെരിമെൻറ്റ് വെച്ച് അദ്ദേഹം കണ്ടെത്തിയ ഒരു ഇമ്പോർട്ടൻറ്റ് കൺസെപ്റ്റ് ആയിരുന്നു ഒബ്സർവേഷണൽ ലേണിംഗ്. അതിനെ ബേസ് ചെയ്തുകൊണ്ട് 1977 അദ്ദേഹം സോഷ്യൽ ലേണിംഗ് തിയറി അല്ലെങ്കിൽ SLT എന്ന ഒരു തിയറി ഫോർമുലേറ്റ് ചെയ്തു. പിന്നീട് വീണ്ടും 1986 അദ്ദേഹം ഈ തിയറിന് വീണ്ടും മോഡിഫിക്കേഷൻ വരുത്തി അതിനെ സോഷ്യൽ കോഗ്നിറ്റീവ് തിയറി എന്ന പേരിലേക്ക് മാറ്റി എഴുതി. സോ ഇന്ന് വളരെയധികം പ്രസിദ്ധി ആർജിച്ച ഒരു തിയറിയാണ് സോഷ്യൽ കോഗ്നിറ്റീവ് തിയറി. കൂടുതൽ കോഗ്നിറ്റീവ് ഫാക്ടേഴ്സിനെ ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് സോഷ്യൽ ലേണിംഗ് തിയറിനെ മോഡിഫൈ ചെയ്താണ് അദ്ദേഹം ഈ സോഷ്യൽ കോഗ്നിറ്റീവ് തിയറിക്ക് രൂപം കൊടുത്തത്. ഓക്കെ, നൗ ഇനി എങ്ങനെയാണ് ഈ ഒബ്സർവേഷൻ ഇമിറ്റേഷനിലേക്ക് എത്തുന്നത് എന്നുള്ളതിനെ കുറിച്ചാണ് നമ്മൾ കാണാൻ പോകുന്നത്. നമുക്ക് അറിയാം, ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു കുഞ്ഞ് ഒരാളുടെ ഒരു ബിഹേവിയർ, ഒരു പെരുമാറ്റം അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു ആസ്പെക്റ്റ് ഒബ്സർവ് ചെയ്യുന്നു. വളരെ സൂക്ഷ്മമായി കൊണ്ട് തന്നെ അവൻ നിരീക്ഷിക്കുന്നു. അതിനുശേഷം ആ ഒരു സന്ദർഭത്തിൽ തന്നെ അവൻ അതിനെ ഇമിറ്റേറ്റ് ചെയ്യുന്നില്ല, പകരം അവൻ്റെ ഉള്ളിൽ ഒരു മെൻ്റൽ പ്രോസസ്സിങ് നടക്കുന്നുണ്ട്. സോ അവൻ ഒബ്സർവ് ചെയ്ത ഒരു പെർട്ടിക്കുലർ ബിഹേവിയർ അത് അവൻ്റെ ജീവിതത്തിൽ അവൻ അപ്ലൈ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ കോൺസിക്വൻസിനെ കുറിച്ച് അവൻ ചിന്തിക്കുന്നുണ്ട്. സോ ഇങ്ങനെ ഒരു ബിഹേവിയർ താൻ ചെയ്ത് കഴിയുമ്പോൾ അതിൻ്റെ കോൺസിക്വൻസ് എന്തായിരിക്കും, പോസിറ്റീവ് ഓർ നെഗറ്റീവ്, അതിനനുസരിച്ചാണ് ആ കോൺസിക്വൻസ് എന്തായിരിക്കും എന്നതിനെക്കുറിച്ച് ചിന്തിച്ചു കൊണ്ടാണ് അവൻ പിന്നീട് അവൻ്റെ ജീവിതത്തിൽ അത് അനുകരിക്കാൻ പോകുന്നത്. സോ ആ ഒരു മെൻ്റൽ പ്രോസസ്സിംഗ്, ദാറ്റ് ഈസ് ആൻ ഇമ്പോർട്ടൻറ്റ് സ്റ്റെപ്പ് ഇൻ ദിസ് ഒബ്സർവേഷണൽ ലേണിംഗ്. Bandura in 1977 believes that human beings are active information processors. ദിസ് മെൻ്റൽ പ്രോസസ്സിങ് നടക്കുന്നുണ്ടെന്ന് നമ്മൾ പറഞ്ഞു. ഈ മെൻ്റൽ പ്രോസസ്സിങ് ഹാപ്പൻസ് ജസ്റ്റ് ബിക്കോസ് ഓഫ് ദ ഫാക്ട് ദാറ്റ് ഓൾ ഹ്യൂമൻ ബീയിങ്സ് ആർ ആക്റ്റീവ് ഇൻഫോർമേഷൻ പ്രോസസ്സേഴ്സ്. We all are active information processors. That's why we are not imitating all the behaviors that we have already observed. നമ്മൾ കണ്ട അല്ലെങ്കിൽ നമ്മൾ നിരീക്ഷിച്ച എല്ലാ ബിഹേവിയേഴ്സും നമ്മൾ ഒരിക്കലും ഇമിറ്റേറ്റ് ചെയ്യുന്നില്ല, അനുകരിക്കുന്നില്ല. ഇതിൻ്റെ ബേസിക് റീസൺ ബിക്കോസ് വി ആർ ഹാവിങ് a mental processing, because of the fact that we all are active information processors. And also we think about the relationship between the behavior and its consequence. നേരത്തെ പറഞ്ഞതുപോലെ ഈ ഒരു ബിഹേവിയർ തൻ്റെ ജീവിതത്തിൽ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ കോൺസിക്വൻസിനെ കുറിച്ച് കൂടിയും അവൻ ചിന്തിക്കുന്നുണ്ട്. ഇതിനുശേഷം മാത്രമേ ഇവൻ ഇത് അനുകരിക്കുന്നതിനെ കുറിച്ച് ഓർക്കുന്നുള്ളൂ. ഓക്കെ, സോ ദ സോഷ്യൽ ലേണിംഗ് അപ്രോച്ച് ടേക്സ് തോട്ട് പ്രോസസ് ഇൻ ടു അക്കൗണ്ട് ആൻഡ് എക്നോളജസ് ദ റോൾ ദാറ്റ് ദി പ്ലേ ഇൻ ഡിസൈഡിങ് ഇഫ് എ ബിഹേവിയർ ഇസ് ടു ബി ഇമിറ്റേറ്റഡ് ഓർ നോട്ട്. സോ ഈ സോഷ്യൽ ലേണിംഗ് അപ്രോച്ചിൽ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു റോൾ ഈ തോട്ട് പ്രോസസ്സ് അല്ലെങ്കിൽ ഈ ഒരു മെൻ്റൽ പ്രോസസ്സിങ്ങിനുണ്ട്. ഇതിനെയാണ് അദ്ദേഹം ആക്ച്വലി ഈ മെൻ്റൽ പ്രോസസ്സിങ്ങിനെ തന്നെയാണ് അദ്ദേഹം മീഡിയേറ്റിംഗ് പ്രോസസ്സ് എന്നെല്ലാം പറയുന്നത്, മീഡിയേറ്റിംഗ് പ്രോസസ്സ് എന്ന് ആൽബർട്ട് ബണ്ടൂര വിളിക്കുന്നത്. സോ ഈ മീഡിയേറ്റിംഗ് പ്രോസസ്സ് ഉള്ളത് കൊണ്ട് തന്നെ ഒബ്സർവ് ബിഹേവിയർ വളരെ ശ്രദ്ധയോടുകൂടി മെൻ്റൽ പ്രോസസ്സിങ് നടന്നതിന് ശേഷം മാത്രമേ അത് ഇമിറ്റേറ്റ് ചെയ്യുന്നുള്ളൂ. നൗ വി ആർ ഗോയിങ് ടു ദ മെയിൻ പ്രിൻസിപ്പിൾ ഓർ ദ ബേസ് ഓഫ് ദിസ് തിയറി. ഈ ഒരു തിയറി സോഷ്യൽ ലേണിംഗ് തിയറി, ഇതിൻ്റെ ഫൗണ്ടേഷൻ തന്നെ നമുക്ക് പറയാം, അല്ലെങ്കിൽ ഇതിൻ്റെ ഏറ്റവും ബേസ് എന്ന് തന്നെ നമുക്ക് പറയാം ഒബ്സർവേഷണൽ ലേണിംഗ് ആണ്. ഇതിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു തിയറി തന്നെ എമേർജ് ചെയ്തത്. സോ വാട്ട് ഈസ് ഒബ്സർവേഷണൽ ലേണിംഗ് ഓർ വിക്കേറിയസ് ലേണിംഗ്? വിക്കേറിയസ് ലേണിംഗ് ആക്ച്വലി മീൻ ലേണിംഗ് ത്രൂ ഇൻഡയറക്റ്റ് എക്സ്പീരിയൻസ് എന്നുള്ളതാണ്. ലേണിംഗ് ത്രൂ ഇൻഡയറക്റ്റ് എക്സ്പീരിയൻസ്. നമുക്കറിയാം direct experience, it is a most effective and powerful source of one's learning, അല്ലേ? അതായത് നേരിട്ട് നമുക്ക് കിട്ടുന്ന ഓരോ പഠനാനുഭവങ്ങളും വളരെയധികം ഇഫക്റ്റീവായിരിക്കും. എപ്പോഴും നേരിട്ട് ലഭിക്കുന്ന അനുഭവങ്ങളിലൂടെ, നേരിട്ടുള്ള അനുഭവങ്ങൾ അല്ലെങ്കിൽ ഹാൻഡ്സ് ഓൺ എക്സ്പീരിയൻസിലൂടെ നമ്മൾ ചെയ്യുന്ന പല കാര്യങ്ങളും
വളരെ ഇഫക്റ്റീവായിട്ട് നമുക്ക് പഠിച്ചെടുക്കാൻ സാധിക്കും. എന്നാൽ പലപ്പോഴും ഇങ്ങനെ ഒരു ഡയറക്റ്റ് എക്സ്പീരിയൻസിലൂടെ മാത്രം പഠനം നടക്കുന്നില്ല, അല്ലെങ്കിൽ വളരെ കൂടുതലും പഠനം നടക്കുന്നത് ഇൻഡയറക്റ്റ് എക്സ്പീരിയൻസിലൂടെയാണ്. അതിനാണ് വിക്കേറിയസ് ലേണിംഗ് എന്ന് പറയുന്നത്. ആക്ച്വലി ഇത്തരം ഇമിറ്റേഷനിലൂടെ അല്ലെങ്കിൽ ഒബ്സർവേഷണൽ ലേണിങ്ങിലൂടെയാണ് ഒരുപാട് ബിഹേവിയർ ഓരോ വ്യക്തിയും ഡെവലപ്പ് ചെയ്തുകൊണ്ട് ഇരിക്കുന്നത്. സോ ഈ ഒരു ഒബ്സർവേഷണൽ ലേണിങ്ങിൻ്റെ പ്രത്യേകതയാണ് അദ്ദേഹം പറയുന്നത്. ചിൽഡ്രൻ ഒബ്സർവ് ദ പീപ്പിൾ അറൗണ്ട് ദം ബിഹേവിങ് ഇൻ വേരിയസ് വേസ്. നമുക്ക് ചുറ്റുമുള്ള ഒരുപാട് വ്യക്തികൾ പലതരത്തിൽ പെരുമാറുന്നതിനെക്കുറിച്ച് കുഞ്ഞുങ്ങളെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇത് തന്നെയാണ് അദ്ദേഹം ബോബോഡോൾ എക്സ്പെരിമെൻറ്റിലൂടെയും ചെയ്തത്. ഇതിനെക്കുറിച്ച് നമ്മൾ അടുത്തുള്ള സ്ലൈഡിൽ കാണുന്നതാണ് ബോബോഡോൾ എക്സ്പെരിമെൻറ്റിനെ കുറിച്ച്. സോ ഇൻഡിവിജ്വൽസ് ദാറ്റ് ആർ ഒബ്സർവ്ഡ് ആർ കോൾഡ് മോഡൽസ്. ആരെയാണോ കുഞ്ഞ് ഒബ്സർവ് ചെയ്യുന്നത്, ഏതൊരു വ്യക്തിയെയാണോ ഒരു കുഞ്ഞ് നിരീക്ഷിക്കുന്നത്, ആ വ്യക്തിയെ നമുക്ക് മോഡൽസ് എന്ന് പറയാം. സോ ഒരു സൊസൈറ്റിയിൽ കുഞ്ഞിനോട് അടുത്ത് ഒരുപാട് മോഡൽസ് വരുന്നുണ്ട്, അവനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരുപാട് മോഡൽസ് വരുന്നുണ്ട്. അത് കുഞ്ഞിൻ്റെ സ്റ്റേജസിനനുസരിച്ച് വരും. ഇപ്പോൾ കുഞ്ഞിൻ്റെ ആദ്യത്തെ ഒരു കാലഘട്ടത്തിൽ എന്ന് പറയുമ്പോൾ അവൻ്റെ ഏറ്റവും വലിയ അവനെ കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന മോഡൽസ് എന്ന് പറയുന്നത് അവൻ്റെ പാരൻസ് തന്നെയാണ്, പാരൻസ് വിത്തിൻ ദ ഫാമിലി. പിന്നീട് ആ ഫാമിലിയിലെ ബാക്കി മെമ്പേഴ്സ് ആയിരിക്കും. പിന്നീട് കുറച്ചുകൂടിയും കഴിഞ്ഞ് അവൻ ടി വി എല്ലാം കാണാൻ തുടങ്ങുന്ന സമയത്ത് ടി വിയിലെ നമുക്കറിയാം കുട്ടികൾക്ക് ഫേവറേറ്റ് ആയിട്ടുള്ള കുറേ ചാനൽസ് എല്ലാം ഇപ്പോൾ ഉണ്ട്. സോ അത്തരം കിഡ്സിൻ്റെ അവരുടെ ടി വി അല്ലെങ്കിൽ കൊച്ചു ടി വി, അതുപോലെ അവരുടെ ടി വി കാണുന്ന സമയത്ത് അതിലെ ക്യാരക്ടേഴ്സാണ് പിന്നീട് അവരുടെ മനസ്സിലേക്ക് എൻ്റർ ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ, അവർ കാണുന്ന ഒരു ഷോയിലെ ഏതെങ്കിലും ഒരു സൂപ്പർമാൻ അല്ലെങ്കിൽ ഒരു ബ്ലാക്ക് മാൻ, ഹൾക്ക്. സോ അവർ കാണുന്ന ഓരോ ക്യാരക്ടേഴ്സും പിന്നീട് അവരുടെ മോഡൽസായി മാറുന്നുണ്ട്. പിന്നീട് അവർ കളിക്കാൻ പോകുന്ന ഗ്രൂപ്പ്, അവരുടെ പീർ ഗ്രൂപ്പിലെ അവരുടെ ഫ്രണ്ട്സ് പലപ്പോഴും അവരുടെ മോഡൽസായി മാറും. പിന്നീട് സ്കൂളിലെത്തുന്ന സമയത്ത് ചുറ്റുമുള്ള കൂട്ടുകാരും അതുപോലെ ടീച്ചേഴ്സും അവരുടെ മോഡൽസ് ആവും. സോ അവൻ്റെ ഓരോ സ്റ്റേജസിനനുസരിച്ച് അവൻ്റെ ചുറ്റുമുള്ള മോഡൽസ് മാറിക്കൊണ്ടേയിരിക്കും. ഈ മോഡൽസിൽ നിന്നെല്ലാം അവൻ പലതരത്തിലുള്ള പെരുമാറ്റങ്ങൾ കാണുന്നുണ്ട്. ഈ പെരുമാറ്റങ്ങളെല്ലാം അവൻ നിരീക്ഷിക്കുന്നുണ്ട്. So these models provide examples of behavior to observe and imitate. Example, masculine and feminine, pro, anti-social, etc. So എല്ലാ തരത്തിലുള്ള ബിഹേവിയറും അവൻ്റെ ചുറ്റുപാട് നിന്ന് തന്നെ അവൻ ഒബ്സർവ് ചെയ്തുകൊണ്ട് അവൻ അതെല്ലാം മനസ്സിലാക്കുന്നുണ്ട്, അവനതെല്ലാം എൻകോഡ് ചെയ്യുന്നുണ്ട്. പക്ഷെ അതെല്ലാം അവൻ എന്ത് ചെയ്യുന്നില്ല, ഇമിറ്റേറ്റ് ചെയ്യുന്നില്ല. കാരണം അവൻ്റെ മെൻ്റൽ പ്രോസസ്സിങ് നടത്തി അവനിൽ ആവശ്യമായ ആ ഒരു ബിഹേവിയർ മാത്രമേ, ഒബ്സർവ് ബിഹേവിയറിൽ അവൻ അനുയോജ്യമാണ് എന്ന് തോന്നിയത് മാത്രമേ പിന്നീട് അവൻ അനുകരിക്കുന്നുള്ളൂ. അനുയോജ്യമാണെന്ന് തോന്നിയത് മാത്രമേ അവൻ അനുകരിക്കുന്നുള്ളൂ. ജസ്റ്റ് ബിക്കോസ് ഓഫ് the reason that we all are active information processes and mental processing happens. Okay, so ഈ സ്റ്റിമുലസ് റെസ്പോൺസിനിടയിലെ മെൻ്റൽ പ്രോസസ്സിങ് അതിന് ഒരുപാട് ഇമ്പോർട്ടൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ഒബ്സർവേഷനിൽ നിന്നും പെട്ടെന്ന് തന്നെ ഇമിറ്റേഷൻ നടക്കാതെ മെൻ്റൽ പ്രോസസ്സിങ്ങിന് ശേഷം ഒരു ഇമിറ്റേഷൻ നടക്കുന്നത്. Now let us see about this ബോബോഡോൾ എക്സ്പെരിമെൻറ്റ്. I told you 1960s അദ്ദേഹത്തിൻ്റെ പഠനത്തിൻ്റെ ഭാഗമായിട്ട് ഇങ്ങനെ ഒരു ബോബോഡോൾ എക്സ്പെരിമെൻറ്റ് ചെയ്യുന്നത്. അതിനുവേണ്ടി അദ്ദേഹം ഇങ്ങനെ ഒരു ക്ലൗൺ ഫേസ്ഡ് ഡോളിനെയാണ് യൂസ് ചെയ്തത്. ഇതിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി ഇവിടെ നിങ്ങൾക്ക് കാണാം. ഇതിൻ്റെ സെൻറ്റർ ഓഫ് മാസ്, അതിൻ്റെ ഏറ്റവും താഴെയുള്ള പൊസിഷനിൽ ഹൈ സ്പെസിഫിക് വെയ്റ്റും സെൻറ്ററിൽ ലോ സ്പെസിഫിക് വെയ്റ്റും. അതുകൊണ്ട് തന്നെ ഇതിങ്ങനെ ടിൽറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പാവയായിരിക്കും. സോ ഇത്തരം ഒരു പാവയെ വെച്ചാണ് അദ്ദേഹം എക്സ്പെരിമെൻറ്റ് ചെയ്തത്. അദ്ദേഹം ഇത്തരം ഒരു പാവയോട് ഒരു മുതിർന്ന വ്യക്തി അതിനോട് എങ്ങനെ പ്രതികരിക്കുന്നു എന്നതിനെ സംബന്ധിച്ചൊരു വീഡിയോ അല്ലെങ്കിൽ ഒരു ഡെമോൺസ്ട്രേഷൻ കുട്ടികൾക്ക് കാണിച്ചു കൊടുക്കുകയാണ് ഉണ്ടായത്. അപ്പോൾ അതിലെ ആ ഒരു വീഡിയോയിലെ മുതിർന്ന വ്യക്തി ആ ഒരു പാവയെ വളരെ ക്രൂരമായി അടിക്കുന്നു, ഇടിക്കുന്നു, കിക്കിങ്, പഞ്ചിങ്, ഹാമറിങ്, പലതരത്തിൽ അതിനെ ഉപദ്രവിക്കുന്ന കുറേ ദൃശ്യങ്ങളാണ് കുട്ടികൾക്ക് മുന്നിൽ കാണിച്ചു കൊടുത്തത്. അതിനുശേഷം പിന്നീട് കുട്ടികളെ പല മുറികളിലാക്കി അവർക്ക് ഈ ഒരു പാവയെയും നൽകിക്കൊണ്ട് അവരെ തനിച്ച് ഈ ഒരു പാവയോടൊപ്പം നിൽക്കാനൊരു സംവിധാനം ഒരുക്കി അവരുടെ ചെയ്തികൾ സീക്രട്ട് ആയിക്കൊണ്ട് ഒബ്സർവ് ചെയ്യുക, അല്ലെങ്കിൽ അത് റെക്കോർഡ് ചെയ്ത്. അപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായത് എന്താണോ ആ ഒരു മുതിർന്ന വ്യക്തി വീഡിയോയിൽ കാണിച്ചിരുന്നത്, ദ വേ ഹി കിക്സ്, ദ വേ ഹി പഞ്ചസ്, ഓക്കെ, ആ ബോബോഡോളിനെ എന്തെല്ലാമാണോ ആ മുതിർന്ന വ്യക്തി ചെയ്തിരുന്നത് അതേ കാര്യങ്ങൾ തന്നെ പിന്നീട് ഈ കുട്ടിയും ചെയ്യാൻ തുടങ്ങി എന്നുള്ളതാണ്. നിങ്ങൾക്ക് കാണാം ഇവിടെ കുറച്ച് ദൃശ്യങ്ങൾ. കുഞ്ഞ് എങ്ങനെയാണ് ആ ഒരു ബോബോഡോളിനെ കൈകാര്യം ചെയ്യുന്നത്, അതിനെ എടുത്ത് ഇടിക്കാനും കിക്ക് ചെയ്യാനും അതിനെ ചവിട്ടാനും അങ്ങനെ കുറേ കാര്യങ്ങൾ ചെയ്യുന്നു. അപ്പോൾ ആക്ച്വലി എന്താണോ ആ ഒരു മുതിർന്ന വ്യക്തി ഇവർക്ക് മുന്നിൽ ഡെമോൺസ്ട്രേറ്റ് ചെയ്തത് അത് തന്നെയാണ് കുഞ്ഞുങ്ങൾ പിന്നീട് ഇമിറ്റേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ആക്ച്വലി വാട്ട് ഹാപ്പൻസ് ദർ, അവരുടെ ഈ അഗ്രസീവ് നേച്ചർ, അതിനുവേണ്ടിയായിരുന്നു അദ്ദേഹം ഇങ്ങനെ ഒരു പഠനം നടത്തിയത്, കുട്ടികളിൽ അക്രമവാസന എങ്ങനെ വരുന്നു എന്ന്. അപ്പോൾ ഈ ഒരു അക്രമവാസന വരുന്നത് വേറൊരു വഴിയുമല്ല, മുതിർന്ന ഒരു വ്യക്തി ചെയ്യുന്ന ചെയ്തികൾ ശ്രദ്ധിച്ചും
നിരീക്ഷിച്ചതിനും ശേഷം മാത്രമാണ് കുട്ടികൾക്ക് അത് അനുകരിക്കാൻ പറ്റുന്നത്. സോ എവിടെ നിന്നോ കണ്ട അക്രമ സ്വഭാവങ്ങളാണ് കുട്ടികൾ പലപ്പോഴും അവരുടെ ജീവിതത്തിലും കൊണ്ടുവരുന്നത്. ഓക്കെ, സോ കമ്മിങ് ബാക്ക് ടു ദിസ് ഒബ്സർവേഷണൽ ലേണിംഗ് ഓർ വിക്കേറിയസ് ലേണിംഗ്, ഇറ്റ് കുഡ് നോട്ട് ഒക്കെ അൺലെസ് കോഗ്നിറ്റീവ് പ്രോസസ്സസ് വോർ അറ്റ് വർക്ക്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒബ്സർവേഷണൽ ലേണിങ്ങിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത അവിടെ ഒബ്സർവേഷൻ നടന്നതിന് ശേഷം പെട്ടെന്ന് തന്നെ ഇമിറ്റേഷൻ നടക്കുന്നില്ല. അവിടെ ഒരു കോഗ്നിറ്റീവ് പ്രോസസ്സിങ്, ഒരു കോഗ്നിറ്റീവ് പ്രോസസ്സ് അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞു മീഡിയേറ്റിംഗ് പ്രോസസ്സ്. സോ ആ ഒരു മീഡിയേറ്റിംഗ് പ്രോസസ്സ് നടന്നതിന് ശേഷമാണ് എന്ത് നടക്കുന്നുള്ളൂ, ഇമിറ്റേഷൻ നടക്കുന്നുള്ളൂ. സോ ദീസ് മെൻ്റൽ ഫാക്ടേഴ്സ് മീഡിയേറ്റ് അല്ലെങ്കിൽ ഇൻ്റർവീൻ ഇൻ ദ ലേണിംഗ് പ്രോസസ് ടു ഡിറ്റർമിൻ വെദർ എ ന്യൂ റെസ്പോൺസ് ഇസ് എക്വയേർഡ്. അങ്ങനെ ഒരു പുതിയ കണ്ട അല്ലെങ്കിൽ പുതിയ നിരീക്ഷിച്ച ഒരു ബിഹേവിയർ താൻ തൻ്റെ ജീവിതത്തിൽ ചെയ്യേണ്ടതുണ്ടോ, അനുകരിക്കേണ്ടതുണ്ടോ എന്നത് കുഞ്ഞ് ചിന്തിച്ചതിന് ശേഷം മാത്രമാണ് കുഞ്ഞ് പിന്നീട് തൻ്റെ ജീവിതത്തിലേക്ക് അത് അപ്ലൈ ചെയ്യുന്നത്. ദെർഫോർ ഇൻഡിവിജ്വൽസ് ഡു നോട്ട് ഓട്ടോമാറ്റിക്കലി ഒബ്സർവ് ദ ബിഹേവിയർ ഓഫ് എ മോഡൽ ആൻഡ് ഇമിറ്റേറ്റ് ഇറ്റ്. അതുകൊണ്ട് തന്നെ വ്യക്തികളെ പെട്ടെന്ന് തന്നെ ഒരു കുട്ടി മറ്റൊരാളേനെ നിരീക്ഷിച്ച് അയാളേനെ അല്ലെങ്കിൽ ആ ഒരു ബിഹേവിയർ സ്വന്തം ജീവിതത്തിലേക്ക് പെട്ടെന്ന് തന്നെ കൊണ്ടുവരുന്നില്ല. ദർ ഇസ് സം തോട്ട് പ്രയർ ടു ഇമിറ്റേഷൻ. ഈ ഒരു അനുകരണത്തിന് മുൻപ് അവൻ്റെ ഉള്ളിലൊരു ചിന്ത നടക്കുന്നുണ്ട്. ആ ചിന്തയെ നമ്മൾ പറഞ്ഞു മീഡിയേഷണൽ പ്രോസസ്സ് എന്ന്. സോ ഈ ഒരു മീഡിയേഷണൽ പ്രോസസ്സ് ഇറ്റ് ഒക്കേഴ്സ് ബിറ്റ്വീൻ ദ ഒബ്സർവിങ് ദ ബിഹേവിയർ ആൻഡ് ഇമിറ്റേറ്റിംഗ് ഇറ്റ്. ഓക്കെ, സോ ഇൻ ബിറ്റ്വീൻ ദ സ്റ്റിമുലസ് ഓർ റെസ്പോൺസ്, അല്ലെങ്കിൽ നമുക്ക് പറയാം ഇൻ ബിറ്റ്വീൻ ദ ഒബ്സർവേഷൻ ആൻഡ് ഇമിറ്റേഷൻ ദിസ് മീഡിയേഷണൽ പ്രോസസ്സ് ഹാപ്പൻസ്. സോ ഈ മീഡിയേഷണൽ പ്രോസസ്സ് നടന്നതിന് ശേഷം മാത്രമേ കുട്ടി അതിനെ അനുകരിക്കുന്നതിനെക്കുറിച്ച് ചിന്തിക്കുന്നുള്ളൂ. ഇവിടെയും അത് തന്നെ കാണാം. ഇവിടെ സ്റ്റിമുലസ് ആൻഡ് റെസ്പോൺസ്, ഇൻ ബിറ്റ്വീൻ ദ സ്റ്റിമുലസ് ആൻഡ് റെസ്പോൺസ് ദർ ഹാപ്പൻസ് മെൻ്റൽ പ്രോസസ്സ്. ആ മെൻ്റൽ പ്രോസസ്സിനെയാണ് അദ്ദേഹം പേരിട്ടത് മീഡിയേഷണൽ പ്രോസസ്സ് എന്ന്. ആൽബർട്ട് ബണ്ടൂറ ഇതിന് വിളിക്കുന്നത് മീഡിയേഷണൽ പ്രോസസ്സ് എന്നതാണ്. ഓക്കെ, ഈ മെൻ്റൽ പ്രോസസ്സിങ്ങിനെ വിളിക്കുന്നത് മീഡിയേഷണൽ പ്രോസസ്സ്. അതായത് ഒരു കുഞ്ഞ് ഒരു വ്യക്തിയുടെ ഒരു സ്വഭാവം നിരീക്ഷിച്ചതിന് ശേഷം പെട്ടെന്ന് തന്നെ അത് അനുകരിക്കുന്നില്ല. പകരം അവൻ്റെ ഉള്ളിൽ ഒരു മീഡിയേഷണൽ പ്രോസസ്സ് നടക്കുന്നുണ്ട്, ഒരു മെൻ്റൽ പ്രോസസ്സിങ് നടക്കുന്നുണ്ട്. ഇതിൻ്റെ കോൺസിക്വൻസ് എന്തായിരിക്കും, ഇത് തൻ്റെ ജീവിതത്തിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അത് നല്ലതായിരിക്കുമോ, ഇത്തരത്തിൽ ചിന്ത നടന്നതിന് ശേഷം മാത്രമേ നിരീക്ഷിച്ച സ്വഭാവം പിന്നീട് അവൻ്റെ ജീവിതത്തിൽ അവൻ അനുകരിക്കുന്നുള്ളൂ. സോ അനുയോജ്യമാണെന്ന് തോന്നിയാൽ മാത്രമേ ആ ഒരു ഇമിറ്റേഷൻ നടക്കുന്നുള്ളൂ. ആൻഡ് ദ പേഴ്സൺസ് ഹൂസ് ബിഹേവിയർ ഹി ഒബ്സർവ്സ് ആൻഡ് ഓഫൻ ഇമിറ്റേറ്റ്സ് ആർ നോൺ ആസ് മോഡൽസ്. നേരത്തെ പറഞ്ഞതുപോലെ ആരെയാണോ അവൻ വീക്ഷിക്കുന്നത്, ആരെയാണോ അവൻ നിരീക്ഷിക്കുന്നത്, അവരെ നമുക്ക് മോഡൽസ് എന്ന് പറയാം. ആരുടെ ബിഹേവിയർ ആണോ അവൻ ഇമിറ്റേറ്റ് ചെയ്യാൻ പോകുന്നത്, അവരെ നമുക്ക് മോഡൽസ് എന്ന് പറയാം. ആൻഡ് ദ ഒബ്സർവേഷണൽ ലേണിംഗ് ഈസ് റെഫേർഡ് ടു ആസ് മോഡലിംഗ്. അത്തരത്തിൽ മറ്റൊരാളെ നിരീക്ഷിച്ചുകൊണ്ട് സ്വന്തം ജീവിതത്തിൽ ആ ഒരു ബിഹേവിയർ അപ്ലൈ ചെയ്യുന്നത് അല്ലെങ്കിൽ അനുകരിക്കുന്നതിനെ നമുക്ക് മോഡലിംഗ് എന്നും പറയാം. സോ ഒബ്സർവേഷണൽ ലേണിംഗ് തന്നെയാണ് മോഡലിംഗ്. Okay, so children pay attention to some of these people and encode their behavior. At a later time they may imitate, that is copy the behavior they have observed. So കുഞ്ഞുങ്ങൾ എപ്പോഴും ഒരാളിനെ ഒബ്സർവ് ചെയ്ത് കഴിയുമ്പോൾ ഒരാളുടെ ഒരു ബിഹേവിയർ, ഒരു പ്രത്യേക പെരുമാറ്റം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു രീതി നിരീക്ഷിച്ചതിന് ശേഷം അവൻ ആ നിരീക്ഷിച്ച കാര്യത്തെ അവൻ്റെ ബ്രെയിനിൽ എൻകോഡ് ചെയ്യുന്നു. ഈ എൻകോഡ് ചെയ്തതിന് ശേഷമാണ് എൻകോഡ് ചെയ്യുന്നു, അതിനോടൊപ്പം തന്നെ മെൻ്റൽ പ്രോസസ്സിങ്ങും നടക്കുന്നു അല്ലേ. ഈ മെൻ്റൽ പ്രോസസ്സിങ് നടന്ന് ഇത് അനുയോജ്യമാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഇമിറ്റേഷൻ നടക്കുന്നു. ഓക്കെ, സോ ഒബ്സർവ് ചെയ്യുന്നു, അത് കഴിഞ്ഞ് ആ ഒരു ബിഹേവിയർ എൻകോഡ് ചെയ്യുന്നുണ്ട്, അതിനുശേഷം അത് ഇമിറ്റേറ്റ് ചെയ്യാം എന്ന് അവന് തോന്നുന്നുണ്ടെങ്കിൽ അത് അവൻ ഇമിറ്റേറ്റ് ചെയ്യുന്നു. സോ നേരത്തെ പറഞ്ഞ മോഡൽസ്, ആരാണ് ആക്ച്വലി മോഡൽസ് എന്ന് പറയുമ്പോൾ ആരെയാണോ കുഞ്ഞ് നിരീക്ഷിക്കുന്നതും ആരെയാണോ ഇമിറ്റേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നതും അവരെയാണ് നമുക്ക് മോഡൽസ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു കുഞ്ഞ് ഇവിടെ കാണാം, നമ്മളൊരു കുഞ്ഞ് എത്ര ചെറിയൊരു കുഞ്ഞാണ് ഒരു മൊബൈൽ ഫോൺ യൂസ് ചെയ്യുന്നത്, എത്ര പെട്ടെന്ന് അവനിങ്ങനെ യൂസ് ചെയ്യാൻ സാധിക്കുന്നു എന്നുള്ളത് അവൻ്റെ മുന്നിലുള്ള അവൻ്റെ മോഡൽസിനെ ആശ്രയിച്ചു കൊണ്ടിരിക്കും. സോ അവൻ്റെ മോഡൽസ് അവന് നൽകുന്ന പാഠങ്ങൾക്കനുസരിച്ച് അവൻ്റെ ബിഹേവിയറിൽ ഒരുപാട് ചേഞ്ചസ് ഉണ്ടായിരിക്കും. സോ ഈ മോഡൽസ് എന്ന് പറയുമ്പോൾ വളരെ ചെറിയ പ്രായത്തിലൊക്കെ ആകുമ്പോൾ പാരൻസ് തന്നെയാണ് അവൻ്റെ മോഡൽസ്. പിന്നീട് കുറച്ചുകൂടിയും കഴിയുമ്പോൾ ടി വിയിലെ കഥാപാത്രങ്ങൾ, പിന്നീട് ഫ്രണ്ട്സ് ആയിരിക്കും, പിന്നീട് മീഡിയയിലെ ഒരുപാട് വ്യക്തികളായിരിക്കാം. പിന്നീട് സ്കൂളിലേക്ക് എത്തുമ്പോൾ അവന് ചുറ്റുമുള്ള ഒരുപാട് ആളുകളും ടീച്ചേഴ്സും എല്ലാം അവൻ്റെ മോഡൽസായി മാറും. മറ്റ് ഓൾഡർ സിബ്ലിങ്സ് അവരും അവൻ്റെ മോഡൽസായി മാറും. ആൻഡ് ബണ്ടൂര ഐഡൻറ്റിഫൈഡ് 3 ബേസിക് മോഡൽസ് ഓഫ് ഒബ്സർവേഷണൽ ലേണിംഗ്. അദ്ദേഹം 3 തരത്തിൽ ഉള്ള മോഡൽസിനെ കുറിച്ച് ഈ ഒബ്സർവേഷണൽ ലേണിങ്ങിൽ പറയുന്നുണ്ട്. ലൈവ് മോഡൽ,
വേർബൽ ഇൻസ്ട്രക്ഷണൽ മോഡൽ ആൻഡ് എ സിംബോളിക് മോഡൽ. ലൈവ് മോഡൽ എന്ന് പറയുമ്പോൾ ആരാണോ കുഞ്ഞിന് മുന്നിൽ ഒരു ബിഹേവിയർ ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കാണിക്കുന്നത്, ഒരു പെരുമാറ്റത്തെ കാണിച്ചു കൊടുക്കുന്നത്, നേരിട്ട് കാണിച്ചു കൊടുക്കുന്ന വ്യക്തി, അതാണ് ഒരു ലൈവ് മോഡൽ എന്ന് പറയുന്നത്. പലപ്പോഴും പാരൻസ് വളരെ ലൈവ് മോഡലായിരിക്കും പല കാര്യങ്ങളിലും. ഇപ്പോൾ ഒരു കുഞ്ഞ്, ഒരു അച്ഛൻ വളരെ ദേഷ്യത്തോടു കൂടി എന്തെങ്കിലും ദേഷ്യം വരുന്ന സമയത്ത് ചുറ്റുമുള്ള സാധനങ്ങളെല്ലാം വലിച്ചു കളയുന്നതായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കുഞ്ഞാണെങ്കിൽ തീർച്ചയായും കുറച്ച് കഴിയുമ്പോൾ കുഞ്ഞിൻ്റെ സ്വഭാവത്തിലും പെട്ടെന്ന് ദേഷ്യം വരുന്ന സമയത്ത് അവനിതെല്ലാം ഇതുപോലെ വലിച്ചു കളയാനുള്ള ഒരു പ്രേരണയുണ്ടാകും. സോ അവൻ്റെ ഒരു ലൈവ് മോഡൽ എന്ന് പറയുന്നത് അവിടെ അവൻ്റെ മുന്നിലുള്ള ആ ഒരു അച്ഛൻ അല്ലെങ്കിൽ അമ്മ ചെയ്ത ആ ഒരു പ്രവൃത്തിയായിരിക്കും. ഇനി വേർബൽ ഇൻസ്ട്രക്ഷണൽ മോഡൽ ഉണ്ട്. വേർബൽ ഇൻസ്ട്രക്ഷണൽ മോഡൽ വിച്ച് ഇൻവോൾവ്സ് ഡിസ്ക്രിപ്ഷൻസ് ആൻഡ് എക്സ്പ്ലനേഷൻസ് ഓഫ് എ ബിഹേവിയർ. അവിടെ കുഞ്ഞ് നേരിട്ടൊന്നും കാണുന്നില്ല, പക്ഷെ മറ്റാരോ അവന് പറഞ്ഞു കൊടുക്കുകയാണ് ഒരു പെരുമാറ്റത്തെക്കുറിച്ച്, അല്ലെങ്കിൽ എങ്ങനെയാണ് ഒരാൾ പെരുമാറുന്നത് എന്നുള്ളതിനെക്കുറിച്ച് ഒരു വ്യക്തി, പ്രത്യേകിച്ച് നമുക്ക് പറയാം പണ്ട് മുത്തശ്ശിമാരൊക്കെ ആണെങ്കിൽ അവർ പറഞ്ഞു കൊടുക്കുന്ന കുറേ കഥകളിലൂടെ കുട്ടികളുടെ മനസ്സിൽ ഒരുപാട് കഥാപാത്രങ്ങൾ വരും. ആ കഥാപാത്രങ്ങളുടെ ഓരോ സ്വഭാവങ്ങൾ ആ കഥയിലൂടെ ഇവരുടെ മനസ്സിലേക്ക് കയറുകയും പിന്നീട് ഈ കഥാപാത്രങ്ങൾ ചെയ്തതുപോലെ തൻ്റെ ജീവിതത്തിൽ ചെയ്യാൻ അവർ ശ്രമിക്കുകയും ചെയ്യാം. സോ അങ്ങനെ വിശദീകരണങ്ങളിലൂടെ അവർക്ക് മുന്നിൽ കിട്ടുന്ന ആ ഒരു ബിഹേവിയേഴ്സാണ് വേർബൽ ഇൻസ്ട്രക്ഷണൽ മോഡലിലൂടെ നമുക്ക് പറയാവുന്നത്. ഇനി സിംബോളിക് മോഡൽസ് എന്ന് പറയുമ്പോൾ റിയൽ അല്ലെങ്കിൽ ഫിക്ഷണൽ ക്യാരക്ടേഴ്സ് ആയിരിക്കാം. പ്രത്യേകിച്ചും നമുക്കറിയാം ബുക്സിലെ ഒരുപാട് പുസ്തകങ്ങളിലെ ഒരുപാട് സ്റ്റോറീസ്, ഒരുപാട് ഫാൻറ്റസി സ്റ്റോറീസിലെല്ലാം വരുന്ന ഒരുപാട് കഥാപാത്രങ്ങളും പിന്നീട് ടെലിവിഷൻ പ്രോഗ്രാംസിലും ഫിലിംസിലൂടെയും വരുന്ന ഒരുപാട് കഥാപാത്രങ്ങൾ, ഇവരെയെല്ലാം ഇമിറ്റേറ്റ് ചെയ്യാൻ പലപ്പോഴും കുഞ്ഞ് ശ്രമിക്കാറുണ്ട്. ഇവരെയെല്ലാം നമുക്ക് സിംബോളിക് മോഡൽസ് ആയിട്ട് കണക്ക് കൂട്ടാം. ഓക്കെ, സോ 3 തരത്തിൽ മോഡൽസ് വരും: ലൈവ് മോഡൽ, വേർബൽ ഇൻസ്ട്രക്ഷണൽ മോഡൽ, സിംബോളിക് മോഡൽ. ആൻഡ് ഹൂം ഡു ദേ ഇമിറ്റേറ്റ്? ഇനി കുഞ്ഞ് ഇമിറ്റേറ്റ് ചെയ്യുന്നുണ്ട്, ആരെ ഇമിറ്റേറ്റ് ചെയ്യുന്നു? ആക്ച്വലി ഇറ്റ് ഡിപ്പെൻസ്. ഏറ്റവും ഫസ്റ്റ് നമുക്ക് പറയുകയാണെങ്കിൽ ദ ചൈൽഡ് ഈസ് മോർ ലൈക്ലി ടു അറ്റൻഡ് ടു ആൻഡ് ഇമിറ്റേറ്റ് ദോസ് പീപ്പിൾ ഇറ്റ് പെർസീവ്സ് ആസ് സിമിലർ ടു ഇറ്റ് സെൽഫ്. ഏറ്റവും ആദ്യം ഒരു പ്രാരംഭഘട്ടത്തിൽ, ഏറ്റവും ചെറിയ ഘട്ടങ്ങളിൽ കുഞ്ഞുങ്ങൾ എപ്പോഴും ഇമിറ്റേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നത് അവരോട് തന്നെ സമാനത തോന്നുന്ന പലരുമായിട്ടാണ്. പലപ്പോഴും നമുക്കറിയാം കുഞ്ഞ് ടോയ്സ് കാണുമ്പോഴൊക്കെ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പാവയൊക്കെ കാണുമ്പോഴാണ് കുട്ടികൾ വളരെയധികം ശ്രദ്ധിച്ച് നോക്കാൻ ശ്രമിക്കുകയും, ഇപ്പോൾ ആടുന്ന ഒരു പാവയൊക്കെ ഉണ്ടെങ്കിൽ അതേപോലെ അവരും അവരുടെ തലയൊക്കെ ആട്ടാനൊക്കെ ശ്രമിക്കുന്നത് കാണാം. സോ അവരോട് സിമിലറായി തോന്നുന്ന, അവരോട് സമാനതയുള്ള വ്യക്തികളുമായി അല്ലെങ്കിൽ മറ്റുള്ളവരുമായിട്ടാണ് ആദ്യം അവർ കൂടുതൽ ഇമിറ്റേറ്റ് ചെയ്യാൻ ശ്രമിക്കാറുള്ളത്. പിന്നീട് കുറച്ചുകൂടി കഴിയുന്ന സമയത്ത് ഇറ്റ് വിൽ ബി ബേസ്ഡ് മോർ ഓൺ ദ ജെൻഡർ. സോ അവരുടെ ജെൻഡർ സിമിലാരിറ്റിക്ക് അനുസരിച്ച് അവർ ഇതുപോലെ മറ്റുള്ളവരെ നിരീക്ഷിക്കാനും പിന്നീട് അനുകരിക്കാനും ശ്രമിക്കും. ആൻഡ് ദ തേർഡ് റീസൺ, ദാറ്റ്സ് എ മെയിൻ റീസൺ, ഇറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ കോൺസിക്വൻസ്. The people around the child will respond to the behavior it imitates and either reinforce or punish. If a child imitates a model's behavior and the consequence are rewarding, the child is likely to continue performing the behavior. ഇപ്പോൾ കുഞ്ഞ് ഇമിറ്റേറ്റ് ചെയ്ത ഏതെങ്കിലും ഒരു ബിഹേവിയർ, അവൻ മറ്റെവിടെ നിന്നോ നിരീക്ഷിച്ച ഒരു ബിഹേവിയർ പിന്നീട് അവൻ ജീവിതത്തിൽ അത് ഇംപ്ലിമെൻറ്റ് ചെയ്തു അല്ലെങ്കിൽ ഇമിറ്റേറ്റ് ചെയ്യുന്ന സമയത്ത് അവന് നല്ല ഒരു റിവാർഡാണ് കിട്ടുന്നതെങ്കിൽ, അവന് പ്രൈസിങ് അല്ലെങ്കിൽ അവനൊരു ഹഗ്, അവനൊരു നല്ല റിവാർഡ് കിട്ടുന്ന ഒരു പോസിറ്റീവ് റീഇൻഫോഴ്സ്മെൻ്റ് ആണ് അവന് കിട്ടുന്നതെങ്കിൽ വീണ്ടും വീണ്ടും ആ ബിഹേവിയർ അവൻ കാണിച്ചു തുടങ്ങും. നേരെ തിരിച്ച് ആ ഒരു ബിഹേവിയർ കാണിച്ചപ്പോൾ അവന് കിട്ടിയത് ഒരു പണിഷ്മെൻറ്റ്, അവന് വളരെ ഹാർഷായി അവനോട് ആരെങ്കിലും സംസാരിക്കുകയും അല്ലെങ്കിൽ അവനെ ത്രെട്ടൻ ചെയ്യുകയും ആണ്, അല്ലെങ്കിൽ അവനെ ഭീഷണിപ്പെടുത്തി അല്ലെങ്കിൽ അവനെ വഴക്കു പറയുകയാണ് ചെയ്തതെങ്കിൽ അവൻ പിന്നീട് ആ ബിഹേവിയർ ചെയ്യാതിരിക്കാനും ശ്രമിക്കും. സോ ഇതാണ് ബിഹേവിയറിലെ ഇമിറ്റേഷനിലെ ഏറ്റവും മെയിനായിട്ടുള്ളൊരു കാര്യം. ഡിപ്പെൻഡ്സ് അപ്പോൺ ദ കോൺസിക്വൻസ്. എന്താണോ കോൺസിക്വൻസ് അതിനനുസരിച്ച് അവൻ ആ ഒരു ബിഹേവിയർ ഇമിറ്റേറ്റ് ചെയ്യാൻ ശ്രമിക്കും. അതിൻ്റെ കോൺസിക്വൻസ് പോസിറ്റീവ് കോൺസിക്വൻസ് ആണെങ്കിൽ ആ ബിഹേവിയർ വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്യും. നെഗറ്റീവ് കോൺസിക്വൻസ് ആണെങ്കിൽ പിന്നീട് ആ ബിഹേവിയർ റിപ്പീറ്റ് ചെയ്യില്ല. ആൻഡ് ഹൗ റീഇൻഫോഴ്സ്മെൻറ്റ് എഫക്ട്സ് ഒബ്സർവേഷണൽ ലേണിംഗ്. റീഇൻഫോഴ്സ്മെൻറ്റിൻ്റെ കാര്യം തന്നെ ഇപ്പോൾ നമ്മൾ പറഞ്ഞു. ഈ റീഇൻഫോഴ്സ്മെൻറ്റ് എന്ന് പറയുന്നത് എക്സ്റ്റേണൽ ആൻഡ് ഇൻറ്റേർണൽ റീഇൻഫോഴ്സ്മെൻറ്റ് ആകാം, പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ആകാം. എക്സ്റ്റേണൽ നമുക്കറിയാം, മറ്റൊരു വ്യക്തി പാരൻസിൽ നിന്നും അല്ലെങ്കിൽ ബ്രദേഴ്സിൽ നിന്നും അല്ലെങ്കിൽ മറ്റൊരാളിൽ നിന്നും അവന് കിട്ടുന്ന ഒരു റീഇൻഫോഴ്സ്മെൻറ്റ്, നല്ലൊരു വാക്ക് അല്ലെങ്കിൽ ഒരു ഹഗ് അല്ലെങ്കിൽ അവനൊരു കിട്ടുന്ന ഒരു റിവാർഡ്, എന്തുമാകാം ഒരു എക്സ്റ്റേണൽ റീഇൻഫോഴ്സ്മെൻറ്റ് അല്ലെങ്കിൽ ഒരു വേർബൽ റീഇൻഫോഴ്സ്മെൻറ്റ് ആകാം.
ഓർ ഇൻറ്റേർണൽ റീഇൻഫോഴ്സ്മെൻറ്റ് മീൻസ് ആക്ച്വലി സാറ്റിസ്ഫാക്ഷൻ. അവൻ്റെ ഉള്ളിൽ തന്നെ അവന് കിട്ടുന്ന ഒരു സംതൃപ്തി, അവന് ഉള്ളിൽ നിന്ന് തന്നെ കിട്ടുന്ന ഒരു റീഇൻഫോഴ്സ്മെൻറ്റ് ഇൻറ്റേർണൽ ആകാം. ആൻഡ് സംടൈംസ് റീഇൻഫോഴ്സ്മെൻറ്റ് വിൽ ബി പോസിറ്റീവ് ഓർ നെഗറ്റീവ് അല്ലെങ്കിൽ പോസിറ്റീവ് റീഇൻഫോഴ്സ്മെൻറ്റും ആകാം. ഇഫ് എ ചൈൽഡ് ഇമിറ്റേറ്റ്സ് എ മോഡൽസ് ബിഹേവിയർ ആൻഡ് ദ കോൺസിക്വൻസ് ആർ റിവാർഡിംഗ്, ദ ചൈൽഡ് ഇസ് ലൈക്ലി ടു കണ്ടിന്യൂ ദ പെർഫോമിംഗ് ബിഹേവിയർ. നേരത്തെ പറഞ്ഞ അതേപോലെ തന്നെ ഒരു ബിഹേവിയർ ചെയ്തതിൻ്റെ ഫലമായിട്ട് അവന് കിട്ടിയത് ഒരു പോസിറ്റീവ് റിവാർഡാണെങ്കിൽ അവൻ വീണ്ടും ആ ബിഹേവിയർ ചെയ്യും. നേരെ തിരിച്ച് അവന് കിട്ടുന്നത് ഒരു പണിഷ്മെൻ്റ് ആണെങ്കിൽ, അവനൊരു പണിഷ്മെൻ്റ് അവൻ അവിടെ കിട്ടുന്നതെങ്കിൽ അവൻ പിന്നീട് ആ ബിഹേവിയർ റിപ്പീറ്റ് ചെയ്യാതിരിക്കാൻ ശ്രമിക്കും. സോ ദി ചൈൽഡ് വിൽ ഓൾവേസ് ടേക്ക് ഇൻ ടു അക്കൗണ്ട് ഓഫ് വാട്ട് ഹാപ്പൻസ് ടു അതർ പീപ്പിൾ വെൻ ഡിസൈഡിങ് വെദർ ഓർ നോട്ട് ടു കോപ്പി സംവൺസ് ആക്ഷൻസ്. ഇതുകൂടാതെ തനിക്ക് നേരിട്ട് കിട്ടുന്ന ഈ പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് റീഇൻഫോഴ്സ്മെൻറ്റ് കൂടാതെ കുഞ്ഞ് മറ്റൊരു കാര്യത്തിൽ കൂടി നോക്കുന്നുണ്ട്. അതിന് നമുക്ക് വിക്കേറിയസ് റീഇൻഫോഴ്സ്മെൻറ്റ് എന്ന് പറയാം. വിക്കേറിയസ് റീഇൻഫോഴ്സ്മെൻറ്റ് അതായത് മറ്റൊരാൾ ആ ഒരു പെർട്ടിക്കുലർ ബിഹേവിയർ ഡെമോൺസ്ട്രേറ്റ് ചെയ്യുന്ന സമയത്ത് ആ ഒരു വ്യക്തിക്ക് ഉണ്ടാകുന്ന ഫലം, അവന് കിട്ടുന്ന കോൺസിക്വൻസ് എന്താണോ അതിനനുസരിച്ച് താൻ തൻ്റെ ജീവിതത്തിൽ അത് അനുകരിക്കണമോ വേണ്ടയോ എന്ന് അവൻ ചിന്തിക്കും. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇവിടെ നമുക്ക് കാണാം, ഒരു യങ്ങർ സിസ്റ്റർ ഒബ്സർവിങ് ആൻ ഓൾഡർ സിസ്റ്റർ ബീങ് റിവാർഡഡ് ഫോർ എ പെർട്ടിക്കുലർ ബിഹേവിയർ ഇസ് മോർ ലൈക്ലി ടു റിപ്പീറ്റ് ദാറ്റ് ബിഹേവിയർ ഹെർസെൽഫ്. ഇപ്പോൾ മൂത്ത ഒരു കുട്ടി ചെയ്ത ഒരു കാര്യത്തെ അമ്മയോ അച്ഛനോ വളരെയധികം പ്രശംസിക്കുന്നത് കാണുന്ന ആ ഒരു ചെറിയ കുഞ്ഞ്, യങ്ങർ വൺ, അവൻ എന്ത് ചെയ്യും? ഇതുപോലെ തന്നെ അവൻ്റെ ചേച്ചി ചെയ്ത അതേ പ്രവൃത്തി ചെയ്യാൻ വീണ്ടും ശ്രമിക്കും. ബിക്കോസ് ഇറ്റ് ഈസ് എ വേ ഓഫ് റീഇൻഫോഴ്സ്മെൻറ്റ്, ഒരു വിക്കേറിയസ് റീഇൻഫോഴ്സ്മെൻറ്റ് എന്ന് പറയാം. ഇവിടെ ഒരു പിക്ചർ കാണാം നിങ്ങൾക്ക്. ഇവിടെ ക്ലാസ്സിൽ നല്ല ഉയർന്ന മാർക്ക് കിട്ടിയ ഒരു കുട്ടിയെ ടീച്ചർ പാറ്റ് ചെയ്തുകൊണ്ട് അവനെ വളരെയധികം പ്രശംസിക്കുകയാണ്. സോ അവന് കിട്ടുന്ന ഈ റീഇൻഫോഴ്സ്മെൻറ്റ് എന്ന് പറയുന്നത് ആക്ച്വലി ക്ലാസ്സിലുള്ള ബാക്കി എല്ലാ കുട്ടികൾക്കും കിട്ടുന്ന ഒരു റീഇൻഫോഴ്സ്മെൻ്റ് ആണ്. ഇവിടെ ഈ ഒരു പെൺകുട്ടിയും വിചാരിക്കുന്നത് എന്താ? ഐ വിൽ സ്റ്റഡി ഇൻ അഡ്വാൻസ് ജസ്റ്റ് ലൈക്ക് ഹിം. ഞാനും അവനെ പോലെ പഠിക്കും. ബിക്കോസ് ഐ ടു നീഡ് ദ പ്രൈസ്. എനിക്കും അവനെ പോലെ പ്രശംസ കിട്ടണം. സോ എനിക്കും അതുപോലെ എത്തണം എന്നുള്ള ആ ഒരു റീഇൻഫോഴ്സ്മെൻ്റ് ആണ്. ശരിക്കും ഇൻഡയറക്റ്റ് ആണ് കിട്ടുന്നത്. അവൾക്ക് നേരിട്ടൊരു റീഇൻഫോഴ്സ്മെൻറ്റ് കിട്ടുന്നില്ല, പക്ഷെ മറ്റൊരാളുടെ പ്രവൃത്തിയിലൂടെ അവൾക്ക് ഇതുപോലെ ഒരു റീഇൻഫോഴ്സ്മെൻറ്റ് കിട്ടുന്നുണ്ട്. സോ ഒരു ബിഹേവിയർ ഇമിറ്റേറ്റ് ചെയ്യുമ്പോൾ പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് റീഇൻഫോഴ്സ്മെൻറ്റ്, അതുപോലെ കോൺസിക്വൻസിനനുസരിച്ചാണെന്ന് നമ്മൾ പറഞ്ഞു. പണിഷ്മെൻ്റ് ആണെങ്കിൽ പിന്നീട് ആ ബിഹേവിയർ റിപ്പീറ്റ് ചെയ്യില്ല. അതുപോലെ തന്നെ മറ്റൊരാൾ ഒരു ബിഹേവിയർ ഡെമോൺസ്ട്രേറ്റ് ചെയ്യുന്ന സമയത്ത് അയാൾക്ക് നല്ലൊരു കോൺസിക്വൻസ് ആണ് കിട്ടുന്നതെങ്കിൽ തീർച്ചയായും മറ്റൊരു വ്യക്തി അല്ലെങ്കിൽ മറ്റു വ്യക്തികളും അതേ ബിഹേവിയർ ഡെമോൺസ്ട്രേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നതാണ്, അല്ലെങ്കിൽ ആ ഒരു ബിഹേവിയർ ഇമിറ്റേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നതാണ്. ആൻഡ് ഹിയർ യു ക്യാൻ സീ ഹൗ ദ ബിഹേവിയർ ഗെറ്റ്സ് ഇമിറ്റേറ്റഡ് അറ്റ് ലാസ്റ്റ്. നമുക്കറിയാം, ഒരു വ്യക്തി ഒരു പെർട്ടിക്കുലർ ബിഹേവിയർ ഒബ്സർവ് ചെയ്യുന്നു. ഒരു വ്യക്തിയുടെ ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ ബിഹേവിയർ ഒബ്സർവ് ചെയ്യുന്ന കുട്ടി പിന്നീട് ആ കുട്ടി അത് എൻകോഡ് ചെയ്ത് വെക്കുന്നുണ്ട്, ആ ബിഹേവിയർ എൻകോഡ് ചെയ്ത് വെക്കുന്നു. ഇവിടെ ഒരു മെൻ്റൽ പ്രോസസ്സിങ് നടക്കുന്നു. ആക്ച്വലി ആ ഒരു ബിഹേവിയർ താൻ ഇമിറ്റേറ്റ് ചെയ്താൽ നല്ലതാണോ അല്ലയോ എന്നതിനെക്കുറിച്ച് ചിന്തിച്ചതിന് ശേഷം അത് അനുയോജ്യമാണെന്ന് തോന്നുമ്പോൾ കുഞ്ഞ് ഒന്നെങ്കിൽ അതിനെ ഇമിറ്റേറ്റ് ചെയ്യും. ആ ഒരു ഒബ്സർവ്ഡ് ബിഹേവിയർ will be imitated, or sometimes it will be reproduced, or later sometimes it will be identified. ഇത് തമ്മിലുള്ള വ്യത്യാസം എന്തെന്ന് വെച്ചാൽ, ഇവിടെ എൻകോഡ് ചെയ്ത് വെച്ച ബിഹേവിയർ ഇമിറ്റേറ്റ് ചെയ്യുക എന്ന് പറയുമ്പോൾ യൂഷ്വലി ഇൻവോൾവ്സ് കോപ്പിങ് എ സിംഗിൾ ബിഹേവിയർ. ഒരു പെർട്ടിക്കുലർ ബിഹേവിയർ ഒബ്സർവ് ചെയ്യുന്നു, ഒരു പെർട്ടിക്കുലർ ബിഹേവിയർ ആ കുഞ്ഞ് അതുപോലെ തന്നെ അനുകരിക്കുന്നു. എന്നാൽ ഐഡൻറ്റിഫിക്കേഷൻ എന്ന് പറയുമ്പോൾ ഒരു പെർട്ടിക്കുലർ ബിഹേവിയർ, ഒരു ബിഹേവിയർ മാത്രമല്ല, ഒരു സെറ്റ് ഓഫ് ബിഹേവിയേഴ്സ് അല്ലെങ്കിൽ ഒരുപാട് ബിഹേവിയേഴ്സ്, ഒരു വ്യക്തിയുടെ പ്രഭാവം അല്ലെങ്കിൽ ആ വ്യക്തിയോടുള്ള ഒരുപാട് സ്നേഹം കൊണ്ട് പലപ്പോഴും നമുക്ക് കാണാം, നമുക്ക് ചുറ്റുമുള്ള പല കുഞ്ഞുങ്ങളും ഒരു വ്യക്തിയോട് താരതമ്യം പ്രാപിക്കാൻ വേണ്ടി ശ്രമിക്കാറുണ്ട്. ആ വ്യക്തി നടക്കുന്നത് പോലെ, ആ വ്യക്തി സംസാരിക്കുന്നത് പോലെ, അല്ലെങ്കിൽ ആ വ്യക്തി ചെയ്യുന്ന പ്രവർത്തികൾക്ക് തുല്യമായ പ്രവർത്തികൾ ചെയ്തുകൊണ്ട് ആ വ്യക്തിയുമായി താരതമ്യം പ്രാപിക്കാൻ ശ്രമിക്കാറുണ്ട്. അതിനെ നമുക്ക് ഐഡൻറ്റിഫിക്കേഷൻ എന്ന് പറയുന്നത്. സോ ഇമിറ്റേഷൻ എന്ന് പറയുമ്പോൾ ഒരു സിംഗിൾ ബിഹേവിയറാണ് കോപ്പി ചെയ്യുന്നത്. വേറെസ് ഐഡൻറ്റിഫിക്കേഷൻ എന്ന് പറയുമ്പോൾ ഒരുപാട് ബിഹേവിയേഴ്സ്, അതിൽ ഒബ്സർവ്ഡ് ബിഹേവിയേഴ്സും അതുപോലെ ആ വ്യക്തിയുടെ വാല്യൂസും ബിലീഫ്സും ആറ്റിറ്റ്യൂഡ്സും ഇതെല്ലാം മറ്റൊരു വ്യക്തി അതുപോലെ തന്നെ അനുകരിക്കാൻ ശ്രമിക്കുന്നതാണ് ഐഡൻറ്റിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ആൻഡ് റീപ്രൊഡക്ഷൻ മീൻസ് വാട്ട്? റീപ്രൊഡക്ഷൻ എന്നുള്ളത് കൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത് എൻകോഡ് ചെയ്യപ്പെട്ട ബിഹേവിയർ അതിൽ കുറച്ച് മോഡിഫിക്കേഷൻസ് വരുത്തിക്കൊണ്ട്, ചില്ലറ മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് ചിലപ്പോൾ വ്യക്തികൾ അതിനെ മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് ഒരു പെർട്ടിക്കുലർ ബിഹേവിയർ ഡെമോൺസ്ട്രേറ്റ് ചെയ്യാം. സോ അതിന് നമുക്ക് റീപ്രൊഡക്ഷൻ എന്ന് പറയാം. അപ്പോൾ അതേ തരത്തിലല്ല, ഒരു വ്യക്തി ഒബ്സർവ് ചെയ്ത ബിഹേവിയറിൽ നിന്നും കുറച്ച് മാറിക്കൊണ്ട് ആ ബിഹേവിയർ
ഒബ്സർവ് ചെയ്തതിൽ നിന്നും കുറച്ച് മാറിക്കൊണ്ട് ആ ഒരു വ്യക്തി അതിനെ പിന്നീട് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ നമുക്കതിന് റീപ്രൊഡക്ഷൻ എന്നും പറയാം. ഇനി ഇവിടെ വീണ്ടും നമ്മൾ നേരത്തെ കണ്ട ആ ഒരു ഒബ്സർവേഷൻ ആൻഡ് ഇമിറ്റേഷൻ, അതിന് നടുവിലുള്ള ആ ഒരു വലിയ പ്രോസസ്സ്, ദാറ്റ് ഈസ് കോൾഡ് ആസ് മീഡിയേഷണൽ പ്രോസസ്സ് എന്നാണ് നമ്മുടെ ആൽബർട്ട് ബണ്ടൂര ഇവിടെ പറയുന്നത്. സോ ഒരു സ്റ്റിമുലസ് which is observed by a particular individual, it will be imitated only after this mediational process or this Mendel processing നടത്തുന്നതിന് ശേഷം മാത്രമേ ഒരു ഒബ്സർവ്ഡ് ബിഹേവിയർ ഇമിറ്റേറ്റ് ചെയ്യുന്നുള്ളൂ. സോ ഈ മീഡിയേഷണൽ പ്രോസസ്സിനാണ് ഇവിടെ ഏറ്റവും വലിയ ഇമ്പോർട്ടൻസ്. ഇനി ഈ തിയറിയിൽ അദ്ദേഹം ആൽബർട്ട് ബണ്ടൂര ഈ മീഡിയേഷണൽ പ്രോസസ്സിൻ്റെ 4 സ്റ്റെപ്സിനെ കുറിച്ച് പറയുന്നുണ്ട്. സോ ഈ മീഡിയേഷണൽ പ്രോസസ്സ് എന്ന് പറയുന്നത് വെറുതെ നടക്കുന്നൊരു പ്രോസസ്സല്ല, ഇതിൽ കുറച്ച് സ്റ്റെപ്സ് ഉണ്ട്. സോ 4 സ്റ്റെപ്സിലൂടെയാണ് മീഡിയേഷണൽ പ്രോസസ്സ് നടക്കുന്നതെന്നാണ് ആൽബർട്ട് ബണ്ടൂര പറയുന്നത്. ആൻഡ് ദീസ് 4 steps of this mediational processes are attention, retention, reproduction and motivation. സോ ഈ 4 സ്റ്റെപ്സിലൂടെയാണ് മീഡിയേഷണൽ പ്രോസസ്സിംഗ് നടക്കുന്നതെന്നാണ് ബണ്ടൂര പറയുന്നത്. ആൻഡ് ദ ഫസ്റ്റ് വൺ is attention. Attention means the mental focus or concentration. It is our ability to focus or concentrate on a particular thing. നമുക്ക് പലപ്പോഴും ഒരു കാര്യം നിരീക്ഷിക്കുമ്പോൾ എത്ര തരത്തിൽ എത്ര നല്ലതായി അതിനെ നിരീക്ഷിക്കാൻ സാധിക്കുന്നു, അതിനെയാണ് നമുക്ക് അറ്റൻഷൻ എന്ന് പറയാവുന്നത്. വില്ലിങ്നെസ് ഓഫ് ദ ചൈൽഡ് ടു ഒബ്സർവ് ആൻഡ് മിമിക് ദ ബിഹേവിയർ ഓഫ് എ മോഡൽ. ഒരു പെർട്ടിക്കുലർ മോഡലിനെ കാണുന്ന സമയത്ത്, അയാളുടെ ബിഹേവിയർ കാണുന്ന സമയത്ത് കുഞ്ഞിന് അയാളെ ഒബ്സർവ് ചെയ്യാനും നിരീക്ഷിക്കാനും അതുപോലെ തന്നെ ആ ബിഹേവിയർ ഇമിറ്റേറ്റ് ചെയ്യണം എന്നുള്ള ആ ഒരു ആവശ്യകതയോടുകൂടി അതിനെ കാണുന്നതിനെയാണ് നമുക്ക് അറ്റൻഷൻ എന്ന് പറയാവുന്നത്. അറ്റൻഷൻ ഈസ് എ എക്സ്റ്റെൻറ്റ് ടു വിച്ച് വി ആർ എക്സ്പോസ്ഡ് ഓർ നോട്ടീസ് ദ ബിഹേവിയർ. എത്രത്തോളം നമ്മൾ ആ ഒരു പെർട്ടിക്കുലർ ബിഹേവിയർ ഒബ്സർവ് ചെയ്യുന്നു എന്നുള്ളതാണ് അറ്റൻഷൻ. സോ ഇൻ ഓർഡർ ടു ലേൺ ഇൻഡിവിജ്വൽസ് നീഡ് ടു പേ അറ്റൻഷൻ. നമുക്കറിയാം, പുതിയൊരു ബിഹേവിയർ പഠിക്കണം, പുതിയൊരു കാര്യം പഠിക്കണം എന്നുണ്ടെങ്കിൽ വളരെ അറ്റൻറ്റീവ് ആവണം. ആൻഡ് എനിത്തിങ് ദാറ്റ് ഡിസ്ട്രാക്ട്സ്, അതിനിടയിൽ വരുന്ന എന്തൊരു ഡിസ്ട്രാക്ഷൻസും അതിനൊരു നെഗറ്റീവ് ഇഫക്റ്റാണ് ഉണ്ടായിരിക്കുക. ആൻഡ് ഇഫ് ദ മോഡൽ ഈസ് ഇൻട്രസ്റ്റിംഗ്, ഇനി കുട്ടിക്ക് മുന്നിൽ വന്ന ആ ഒരു മോഡൽ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്, അല്ലെങ്കിൽ ഒരു നോവൽ ആസ്പെക്റ്റ്, ഒരു പുതിയ ആസ്പെക്റ്റ് ആണ് അവന് മുന്നിൽ പ്രസൻറ്റ് ചെയ്യുന്നതെങ്കിൽ ഉറപ്പായും അവൻ വളരെ അറ്റൻഷനോട് കൂടി തന്നെ പഠിക്കാൻ ശ്രമിക്കുന്നതുമായിരിക്കും. ആൻഡ് ദ സെക്കൻഡ് ഫാക്ടർ ഹി സേസ് അബൌട്ട് ഇസ് റിട്ടൻഷൻ. റിട്ടൻഷൻ ഈസ് ആക്ച്വലി ദ എബിലിറ്റി ടു സ്റ്റോർ ഇൻഫർമേഷൻ. കണ്ട കാര്യം അല്ലെങ്കിൽ നിരീക്ഷിച്ച കാര്യത്തെ തൻ്റെ മെമ്മറിയിൽ സ്റ്റോർ ചെയ്യാനുള്ള ഒരാളുടെ എബിലിറ്റിയെ നമുക്ക് റിട്ടൻഷൻ എന്ന് പറയാം. ആക്ച്വലി ഡിപ്പെൻഡ്സ് അപ്പോൺ ദ മെൻറ്റൽ എബിലിറ്റി ഓഫ് ഈച്ച്. സോ ഇറ്റ് വാരീസ്. ഓരോ ഇൻഡിവിജ്വൽസിനും ഈ റിട്ടൻഷൻ എന്ന് പറയുന്നത് മാറും, കാരണം ഓരോരുത്തരുടെയും മെൻറ്റൽ കപ്പാസിറ്റി ഡിഫേഴ്സ്. സോ അതിനനുസരിച്ച് ഈ റിട്ടൻഷൻ അത് മാറിക്കൊണ്ടിരിക്കും. ടു എൻകോഡ് ദ ബിഹേവിയർ ഇൻ ദ മെമ്മറി. സോ കണ്ട ഒരു കാര്യം അല്ലെങ്കിൽ നിരീക്ഷിച്ച ഒരു കാര്യത്തെ, ഒരു വസ്തുതയെ അത് എൻകോഡ് ചെയ്യാനുള്ള കഴിവാണ് റിട്ടൻഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഹൗ വെൽ ദ ബിഹേവിയർ ഒബ്സർവ്ഡ് ഈസ് റിമെമ്പേർഡ്. കണ്ട അല്ലെങ്കിൽ നിരീക്ഷിച്ച ഒരു കാര്യത്തെ എത്ര നല്ലതായി ഒരാൾ ഓർത്തെടുക്കുന്നു, അതാണ് റിട്ടൻഷൻ. ദ എബിലിറ്റി ടു സ്റ്റോർ ഇൻഫർമേഷൻ ഈസ് ഓൾസോ ആൻ ഇമ്പോർട്ടൻറ്റ് പാർട്ട് ഓഫ് ദ ലേണിംഗ് പ്രോസസ്. റിട്ടൻഷൻ ക്യാൻ ബി എഫക്റ്റഡ് ബൈ നമ്പർ ഓഫ് ഫാക്ടേഴ്സ്. ഒരുപാട് കാര്യങ്ങൾ കൊണ്ട് മെമ്മറി ലോസ് വരുന്ന ഒരു വ്യക്തി, അല്ലെങ്കിൽ മറ്റ് എന്തെങ്കിലും ഡിഫിക്കൽട്ടീസ്, ബ്രെയിൻ ഡിസീസ്, അല്ലെങ്കിൽ മറ്റു പല ഇഷ്യൂസ് കാരണം, ഫിസിക്കൽ പ്രോബ്ലംസ്, അങ്ങനെ എന്തെങ്കിലും പ്രോബ്ലംസ് എല്ലാം കാരണം ഇതിൽ ചിലപ്പോൾ റിട്ടൻഷൻ സംഭവിക്കാതിരിക്കാം. സോ അത്തരം ഫാക്ടേഴ്സ് വരുന്ന സമയത്ത് കറക്റ്റായിട്ട് ഇങ്ങനെ എൻകോഡ് ചെയ്യാൻ സാധിക്കാത്തതായിട്ടും വരാം. So that is the second step. And the third step is production. What we said about reproduction. The same thing here, production, to actually perform the behavior observed. നിരീക്ഷിച്ച കാര്യത്തെ പിന്നീട് അനുകരിക്കുന്നു അല്ലെങ്കിൽ അതിനെ പ്രാവർത്തികമാക്കുന്ന ഒരു സ്റ്റേജാണ് പ്രൊഡക്ഷൻ എന്ന് പറയുന്ന മൂന്നാമത്തെ സ്റ്റേജ്. പ്രൊഡക്ഷൻ, ദാറ്റ് ഈസ് ദ എബിലിറ്റി ടു പെർഫോം ദ ബിഹേവിയർ. നമുക്കറിയാം, നമ്മൾ നിരീക്ഷിച്ച പല കാര്യങ്ങളും നമുക്ക് ചെയ്യാൻ സാധിച്ചു എന്ന് വരില്ല. ഫോർ എക്സാമ്പിൾ, മൗണ്ടൈനിയറിങ്, അതിനെക്കുറിച്ച് നമ്മൾ വളരെ ഇൻട്രസ്റ്റോട് കൂടി ഒരു വ്യക്തി ചാനലിലെല്ലാം മൗണ്ടൈനിയറിങ് കണ്ടുകൊണ്ടിരിക്കുന്നു. പക്ഷേ നമ്മളുടെ ഒരു ഫിസിക്കൽ എബിലിറ്റിക്ക് അനുസരിച്ചും അതുപോലെ തന്നെ നമ്മളുടെ ഒരു മെൻറ്റൽ സ്റ്റെബിലിറ്റിക്ക് അനുസരിച്ചും മാത്രമേ അത് സാധ്യമാകുകയുള്ളൂ. സോ നിരീക്ഷിച്ച എല്ലാ കാര്യങ്ങളും നമുക്കൊരിക്കലും സാധ്യമാക്കാൻ സാധിക്കില്ല. സോ അവിടെ റീപ്രൊഡക്ഷൻ എന്നുള്ളത് ആക്ച്വലി ഇറ്റ് ഇസ് എ എബിലിറ്റി ടു പെർഫോം ദ ബിഹേവിയർ. ആ ഒരു പെർട്ടിക്കുലർ ഒബ്സർവ്ഡ് ബിഹേവിയർ അതുപോലെ തന്നെ ചെയ്യാനുള്ള ഒരു വ്യക്തിയുടെ
കഴിവിനെയാണ് നമ്മൾ റീപ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. ഇറ്റ് മേ ബി റീപ്രൊഡക്ഷൻ ഓർ ഇമിറ്റേഷൻ ഓർ ഐഡൻറ്റിഫിക്കേഷൻ ആസ് ഡിസ്ക്രൈബ്ഡ് ഏർലിയർ. റീപ്രൊഡക്ഷൻ എന്ന് പറയുമ്പോൾ ജസ്റ്റ് ഒരു ചെറുതായി ഒരു മോഡിഫിക്കേഷൻ നടത്തിയിട്ടുണ്ടാവും, ഒബ്സർവ് ബിഹേവിയറിൽ നിന്നും കുറച്ച് മോഡിഫിക്കേഷൻസ് വരുത്തി. ഇമിറ്റേഷൻ എന്ന് പറയുമ്പോൾ സച്ച് കോപ്പിയിങ് ദ ബിഹേവിയർ, ഒബ്സർവ് ബിഹേവിയർ അതുപോലെ തന്നെ ഇമിറ്റേറ്റ് ചെയ്യുക. ഐഡൻറ്റിഫിക്കേഷൻ എന്ന് പറയുമ്പോൾ ഒരു വ്യക്തിയുടെ ഒരു കാര്യം മാത്രമല്ല, പല ആസ്പെക്ട്സ് അല്ലെങ്കിൽ പല ബിഹേവിയേഴ്സ്, വാല്യൂസ്, ബിലീവ്സ് എല്ലാം ഒരുപോലെ തന്നെ എടുത്ത് തൻ്റെ ജീവിതത്തിൽ കൊണ്ടുവരാൻ ശ്രമിക്കുന്നതിനെയാണ് നമ്മൾ ഐഡൻറ്റിഫിക്കേഷൻ എന്ന് പറയുന്നത്. ആൻഡ് വൺസ് യു ഹാവ് പെയ്ഡ് അറ്റൻഷൻ ടു ദ മോഡൽ ആൻഡ് റിറ്റെയിൻ ദ ഇൻഫർമേഷൻ, ഇറ്റ് ഇസ് ടൈം ടു ആക്ച്വലി പെർഫോം. സോ ഒരിക്കൽ നമ്മൾ അറ്റൻറ്റീവായ ഒരു കാര്യം കണ്ട് അതിനുശേഷം നമുക്കത് എൻകോഡ് ചെയ്യാൻ കഴിഞ്ഞാൽ പിന്നീട് വരുന്ന ഒരു തേർഡ് സ്റ്റേജ് എന്ന് പറയുന്നത് റീപ്രൊഡക്ഷൻ എന്ന ഈ ഒരു സ്റ്റേജാണ്. ആൻഡ് ഫോർ ദ പ്രാക്ടീസ് ഓഫ് ദ ലേണഡ് ബിഹേവിയർ ലീഡ്സ് ടു ഇംപ്രൂവ്മെൻറ്റ് ആൻഡ് സ്കിൽ അഡ്വാൻസ്മെൻറ്റ്. ഇപ്പോൾ ചിലപ്പോഴും നമുക്ക് പറയാം പ്രാക്ടീസ് കൊണ്ട്, ഇപ്പോൾ ഞാൻ പറഞ്ഞ മൗണ്ടൈനിയറിങ് തന്നെ ചിലപ്പോൾ പ്രാക്ടീസ് കൊണ്ട് നമുക്ക് കുറച്ചുകൂടി അതിലൊരു സ്കിൽ അഡ്വാൻസ്മെൻറ്റ് സംഭവിക്കാനും പിന്നീട് നല്ലതായി നമുക്കതിനെ ആ ഒരു പെർട്ടിക്കുലർ ബിഹേവിയർ നമുക്ക് പെർഫോം ചെയ്യാനും സാധിച്ചു എന്ന് വരാം. സോ അവിടെ പ്രാക്ടീസിന് ഒരുപാട് ഇമ്പോർട്ടൻസ് ഉണ്ട് എന്നുള്ളതാണ്. ആൻഡ് ദ ഫോർത്ത് സ്റ്റേജ് he said about is motivation or reinforcement. നാലാമത്തെ സ്റ്റേജ് മീഡിയേഷണൽ പ്രോസസ്സിങ്ങിലെ നാലാമത്തെ സ്റ്റേജ് എന്ന് പറയുന്നത് മോട്ടിവേഷൻ ഓർ റീഇൻഫോഴ്സ്മെൻ്റ് ആണ്. ഇറ്റ് ഈസ് എ ഫോഴ്സ് ദാറ്റ് ഡ്രൈവ്സ് വൺ ടു ആക്ട്. ഒരാൾക്കത് ചെയ്യണം, ഒരു കാര്യം ഒബ്സർവ് ചെയ്ത് ഒരു ബിഹേവിയർ ചെയ്യണം എന്ന ഒരു തോന്നൽ ഉണ്ടാക്കുന്നതാണ് ആക്ച്വലി മോട്ടിവേഷൻ അല്ലെങ്കിൽ റീഇൻഫോഴ്സ്മെൻറ്റ്. ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദ കോൺസിക്വൻസ്. സോ ഒരു പെർട്ടിക്കുലർ ബിഹേവിയർ ചെയ്യുന്ന സമയത്ത് അതിനൊരു റിവാർഡാണ് കിട്ടുന്നതെങ്കിൽ വീണ്ടും വീണ്ടും ആ ഒരു ബിഹേവിയർ റിപ്പീറ്റ് ചെയ്യും. നേരെ തിരിച്ച് ആ ഒരു ബിഹേവിയർ ചെയ്യുന്നത് കൊണ്ട് അവന് പണിഷ്മെൻ്റാണ് കിട്ടുന്നത്, അവന് അതൃപ്തിയാണ് ലഭിക്കുന്നതെങ്കിൽ, സാറ്റിസ്ഫാക്ഷൻ ഇല്ല, ഡിസാറ്റിസ്ഫാക്ഷനാണ് ലഭിക്കുന്നതെങ്കിൽ പിന്നീട് അവൻ ആ ഒരു ബിഹേവിയർ ചെയ്യാതിരിക്കുകയും ചെയ്യാം. സോ ദിസ് മോട്ടിവേഷൻ ഇസ് എ വിൽ ടു പെർഫോം ഇറ്റ്. ആൻഡ് റീഇൻഫോഴ്സ്മെൻറ്റ് ആൻഡ് പണിഷ്മെൻറ്റ് പ്ലേ ആൻ ഇമ്പോർട്ടൻറ്റ് റോൾ ഇൻ മോട്ടിവേഷൻ. ഇഫ് ദ ബിഹേവിയർ ഓഫ് ദ മോഡൽ ഇമിറ്റേറ്റഡ് ബൈ ദ ലേണർ ഗെറ്റ്സ് പോസിറ്റീവ് റീഇൻഫോഴ്സ്മെൻറ്റ്, ഇറ്റ് വിൽ ബി അഡോപ്റ്റഡ്. സോ പോസിറ്റീവ് റീഇൻഫോഴ്സ്മെൻ്റ് ആണ് ഒരു ബിഹേവിയറിന് ലഭിക്കുന്നതെങ്കിൽ, ഒരു ബിഹേവിയർ ഇമിറ്റേറ്റ് ചെയ്യുന്ന സമയത്ത് പോസിറ്റീവ് റീഇൻഫോഴ്സ്മെൻറ്റ് ലഭിക്കുന്നു എങ്കിൽ ആ ബിഹേവിയർ വീണ്ടും വീണ്ടും അവൻ ജീവിതത്തിൽ കണ്ടിന്യൂ ചെയ്യും. And now we are going to discuss about the major principles of SLT, that's major principles of social learning theory. ഈ ഒരു തിയറിയുടെ ബേസ് എന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നു, ഒബ്സർവേഷണൽ ഓർ വിക്കേറിയസ് ലേണിംഗ്, ദാറ്റ് ഈസ് ലേണിംഗ് ത്രൂ ഇൻഡയറക്റ്റ് എക്സ്പീരിയൻസ്. ഇത് തന്നെയാണ് ഈ ലേണിംഗ് തിയറിയുടെ ഏറ്റവും മേജർ പ്രിൻസിപ്പിൾ. സോ ദിസ് ലേണിംഗ് ഇസ് ആക്ച്വലി ഡിപ്പെൻഡിങ് അപ്പോൺ ദ ഇൻഡയറക്റ്റ് എക്സ്പീരിയൻസ് ഗെയിൻ ബൈ ദ ഇൻഡിവിജ്വൽ. ഓരോ വ്യക്തിക്കും നേരിട്ടല്ലാതെ ലഭിക്കുന്ന അനുഭവങ്ങളിലൂടെയാണ് ഇവിടെ പഠനം നടക്കുന്നത്, റാദർ ദാൻ ലേണിംഗ് ബേസ്ഡ് ഓൺ ഡയറക്റ്റ് എക്സ്പീരിയൻസ്. സോ ദാറ്റ് ഈസ് എ മേജർ പ്രിൻസിപ്പിൾ ഓഫ് social learning theory. And the next, it provides a more comprehensive explanation of human learning by recognizing the role of mediational process. Just observing someone else's action is not always enough to lead to learning. അതുപോലെ തന്നെ ഒബ്സർവേഷണൽ ലേണിംഗ് എന്ന് പറയുമ്പോൾ ഒബ്സർവേഷൻ നടന്ന ഉടനെ തന്നെ ഇമിറ്റേഷൻ വരുന്നില്ല. ഇതിനിടയിൽ നടക്കുന്ന മീഡിയേഷണൽ പ്രോസസ്സിങ്ങിനെ കുറിച്ച് വളരെയധികം ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ടാണ് സോഷ്യൽ ലേണിംഗ് തിയറി ഫോർമുലേറ്റ് ചെയ്തിരിക്കുന്നത്. And the next point is the mental state and motivation of the individual plays an important role in determining whether a behavior is learned or not. So ഒരു mental state of the individual, ഇപ്പോൾ ഒരു വ്യക്തി നല്ലൊരു മെൻ്റൽ സ്റ്റേറ്റിൽ ഇരിക്കുകയാണെങ്കിൽ ആ ഒരു വ്യക്തിക്ക് ഇമിറ്റേറ്റ് ചെയ്യണം എന്ന ഒരു തോന്നലുണ്ടെങ്കിൽ മാത്രമേ, അല്ലെങ്കിൽ അറ്റൻറ്റീവായി ഇരിക്കാൻ സാധിച്ചെങ്കിൽ മാത്രമേ ആ ഒരു വ്യക്തിക്ക് പിന്നീട് ആ ഒരു ബിഹേവിയർ ഇമിറ്റേറ്റ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. സോ ഒരു വ്യക്തിയുടെ മെൻ്റൽ സ്റ്റേറ്റ് എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ആൻഡ് മോട്ടിവേഷൻ ഓൾസോ, ഇവന് ഈ ഒരു വ്യക്തിക്ക് പോസിറ്റീവ് റീഇൻഫോഴ്സ്മെൻറ്റ് അല്ലെങ്കിൽ റിവാർഡ്സ് ലഭിക്കുകയാണെങ്കിൽ ആ ബിഹേവിയർ വീണ്ടും അവൻ കണ്ടിന്യൂ ചെയ്യുന്നു. ഇല്ല, അവന് പണിഷ്മെൻ്റ് ആണ് കിട്ടുന്നതെങ്കിൽ പിന്നീട് ആ ഒരു ബിഹേവിയർ എക്സ്റ്റിങ്ക്റ്റ് ആയി പോകാനുള്ളൊരു ചാൻസും കൂടിയാണ് ഈ ഒരു തിയറി പറയുന്നത്. And social learning theory explains human behavior in terms of continuous reciprocal interaction between cognitive, behavioral and environmental influences. So ഇവിടെ ഒന്നല്ല, ഈ മൂന്ന് ആസ്പെക്ട്സ്, കൊഗ്നിറ്റീവ്, ബിഹേവിയറൽ, എൻവിറോൺമെൻറ്റൽ ഇൻഫ്ലുവൻസ്, ഇത് മൂന്നും തമ്മിലുള്ള ഒരു റെസിപ്രോക്കൽ ഇൻറ്ററാക്ഷനാണ് ആക്ച്വലി ഈ സോഷ്യൽ ലേണിംഗ് തിയറിയിൽ നടക്കുന്നത്. നമുക്കറിയാം ഇവിടെ ഒരു സ്റ്റിമുലസ് ആൻഡ് റെസ്പോൺസ് എന്ന് പറയുമ്പോൾ ഇതിനിടയിലുള്ള ഈ ഒരു മീഡിയേഷണൽ പ്രോസസ്സ്, അതാണ് കൊഗ്നിറ്റീവ് ആസ്പെക്റ്റ്, അതിനവിടെ ഒരുപാട് ഇമ്പോർട്ടൻസ് നൽകുന്നുണ്ട്. സോ എൻവിറോൺമെൻറ്റൽ ഫാക്ടേഴ്സിനും മാത്രമല്ല കൊഗ്നിറ്റീവ് ഫാക്ടേഴ്സിനും ഈക്വൽ ഇമ്പോർട്ടൻസ് ഇവിടെ ഈ ഒരു തിയറി കൊടുക്കുന്നുണ്ട്. ആൻഡ് സോഷ്യൽ ലേണിംഗ് തിയറി ഈസ് ഓഫൻ ഡിസ്ക്രൈബ്ഡ് ആസ് എ ബ്രിഡ്ജ് ബിറ്റ്വീൻ ട്രഡീഷണൽ ലേണിംഗ് തിയറി, ദാറ്റ് ഈസ് ബിഹേവിയറിസം,
and the cognitive approach. This is because it focuses on how mental factors are involved in learning. And SLT ആദ്യം പറഞ്ഞിരുന്നത് ബിഹേവിയറിസത്തിനും കൊഗ്നിറ്റിവിസത്തിനും ഇടയിലുള്ള ഒരു ബ്രിഡ്ജ് എന്നാണ് ഇതിനെ ആദ്യം പറഞ്ഞിരുന്നത്. കാരണം ബിഹേവിയറിസത്തിൻ്റെ പ്രിൻസിപ്പിൾസും എന്നാൽ കൊഗ്നിറ്റിവിസത്തിൻ്റെ പ്രിൻസിപ്പിൾസും രണ്ടും ഒരുപോലെ തന്നെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഇതിനിടയിൽ നിൽക്കുന്ന ഒരു തിയറി ആയിട്ടാണ് ഇത് എമേർജ് ചെയ്തത്. പക്ഷേ നമുക്ക് പറയാം പിന്നീട് ഇത് കൂടുതലായും കൊഗ്നിറ്റീവ് ഫാക്ടേഴ്സിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടും അതുപോലെ സോഷ്യൽ ലേണിംഗ് തിയറി 1986 കൂടുതൽ കൊഗ്നിറ്റീവ് ഫാക്ടേഴ്സ് ആഡ് ചെയ്തുകൊണ്ടാണ് അദ്ദേഹം മോഡിഫൈ ചെയ്തത്, ആൽബർട്ട് ബണ്ടൂര. സോ സോഷ്യൽ ലേണിംഗ് തിയറിയെ കൊഗ്നിറ്റീവ് ഫാക്ടേഴ്സ് കൂടുതൽ ആഡ് ചെയ്തുകൊണ്ട് അദ്ദേഹം സോഷ്യൽ കൊഗ്നിറ്റീവ് തിയറി എന്ന പേരിൽ അതിനെ രൂപപ്പെടുത്തി. സോ ബണ്ടൂര ഫോക്കസ്ഡ് ഓൺ ദ കൊഗ്നിറ്റീവ് ഫാക്ടേഴ്സ് സച്ച് ആസ് ബിലീവ്സ്, സെൽഫ് പെർസെപ്ഷൻസ് ആൻഡ് എക്സ്പെക്ടേഷൻസ്. His theory is now called as social cognitive theory, and social cognitive theory expands social learning theory to include more cognitive factors. So already ഇതിനെ ബിഹേവിയറിസത്തിൻ്റെയും കൊഗ്നിറ്റിവിസത്തിൻ്റെയും ഇടയിലെ ഒരു പാലമാണെന്ന് പറയാമെങ്കിലും ഇത് കൂടുതലായും കൊഗ്നിറ്റിവിസത്തിനോട് സപ്പോർട്ട് ചെയ്തുകൊണ്ട് നിൽക്കുന്നു. അതിൻ്റെ ഫലമായി തന്നെയാണ് അദ്ദേഹത്തിൻ്റെ തിയറിയിൽ 1986 മോഡിഫിക്കേഷൻസ് വരുത്തി ഇതിനെ ഒന്നുകൂടി റിവൈസ് ചെയ്തതിൽ കുറച്ചുകൂടി കൊഗ്നിറ്റീവ് ഫാക്ടേഴ്സ്, ഈ 3 കൊഗ്നിറ്റീവ് ഫാക്ടേഴ്സ് ബിലീവ്, സെൽഫ് പെർസെപ്ഷൻസ്, എക്സ്പെക്ടേഷൻസ്, ഇത് 3ഉം ആഡ് ചെയ്തുകൊണ്ട് അദ്ദേഹം ഈ ഒരു തിയറീനെ റിവൈസ് ചെയ്തത്. And now we are going to see about the educational implications. So social learning theory can be utilized to teach positive behaviors. നമുക്ക് ഇവിടെ നേരത്തെ കണ്ടതുപോലെ ഒരു നല്ല മോഡലിലൂടെ നല്ലൊരു ബിഹേവിയർ ഡെമോൺസ്ട്രേറ്റ് ചെയ്തുകൊണ്ട് കുട്ടികളിൽ വളരെ നല്ല കുറേ പോസിറ്റീവ് ബിഹേവിയേഴ്സ് ഡെവലപ്പ് ചെയ്യാൻ സാധിക്കുന്ന ഒരു ലേണിംഗ് സ്ട്രാറ്റജിയാണ് ആക്ച്വലി സോഷ്യൽ ലേണിംഗ് തിയറി റെക്കമെൻഡ് ചെയ്യുന്നത്. ആൻഡ് റിസർച്ചേഴ്സ് ക്യാൻ യൂസ് സോഷ്യൽ ലേണിംഗ് തിയറി ടു ഇൻവെസ്റ്റിഗേറ്റ് ആൻഡ് അണ്ടർസ്റ്റാൻഡ് വേസ് ദാറ്റ് പോസിറ്റീവ് റോൾ മോഡൽസ് ക്യാൻ ബി യൂസ് ടു എൻകറേജ് ഡിസൈറബിൾ ബിഹേവിയേഴ്സ് ആൻഡ് ടു ഫെസിലിറ്റേറ്റ് സോഷ്യൽ ചേഞ്ച്. സോ സമൂഹത്തിൽ മാറ്റങ്ങൾ വരുത്തുന്ന തരത്തിൽ സമൂഹത്തിന് ആവശ്യമായ പല നല്ല സ്വഭാവങ്ങളും പെരുമാറ്റങ്ങളും രൂപപ്പെടുത്താൻ ഉതകുന്ന റോൾ മോഡൽസിനെ സൃഷ്ടിച്ചുകൊണ്ട് കുട്ടികളിൽ വളരെ നല്ല ചേഞ്ചസ് കൊണ്ടുവരാൻ സാധിക്കും എന്നുള്ളതും ഈ ഒരു തിയറി റെക്കമെൻഡ് ചെയ്യുന്നു. ആൻഡ് ടീച്ചർ മസ്റ്റ് മോഡൽ അപ്രോപ്രിയേറ്റ് ബിഹേവിയേഴ്സ് ആൻഡ് മസ്റ്റ് ടേക്ക് കെയർ ദാറ്റ് ദി ഡു നോട്ട് മോഡൽ ഇൻഅപ്രോപ്രിയേറ്റ് ബിഹേവിയർ. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം, നമ്മൾ ടീച്ചേഴ്സ് അപ്രോപ്രിയേറ്റ് ബിഹേവിയേഴ്സ് വേണം എപ്പോഴും ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കാണിക്കാൻ. കാരണം കുഞ്ഞുങ്ങൾ എപ്പോഴും നമ്മളെ ഒരു മോഡലായി എടുക്കുന്നത് കൊണ്ട് തന്നെ, ടീച്ചേഴ്സിനെ ഒരു മോഡലായി എടുക്കുന്നത് കൊണ്ട് തന്നെ അപ്രോപ്രിയേറ്റ് മോഡൽസ് ആയിരിക്കണം നമ്മൾ എപ്പോഴും ഡിസ്പ്ലേ ചെയ്യേണ്ടത്. എങ്കിൽ മാത്രമേ അവർക്ക് നല്ല ഒരു ബിഹേവിയർ ഡെവലപ്പ് ചെയ്യാൻ സാധിക്കുള്ളൂ. ആൻഡ് വി ഷുഡ് ഓൾവേസ് ബി കോൺഷ്യസ് ദാറ്റ് വി ആർ നോട്ട് ഡിസ്പ്ലേയിങ് എനി ഇൻഅപ്രോപ്രിയേറ്റ് ബിഹേവിയേഴ്സ്. ഒരു തരത്തിലുള്ള ഇൻഅപ്രോപ്രിയേറ്റ് ബിഹേവിയേഴ്സ്, അനുയോജ്യമല്ലാത്ത അല്ലെങ്കിൽ വൈകൃതമായ ഒരു ബിഹേവിയേഴ്സും ഒരു പെരുമാറ്റങ്ങളും നമ്മൾ ചെയ്യാതിരിക്കാനും ടീച്ചേഴ്സ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ആൻഡ് ടു പ്രൊമോട്ട് എഫക്റ്റീവ് മോഡലിംഗ് ടീച്ചർ മസ്റ്റ് മേക്ക് ഷുവർ ദാറ്റ് ദ 4 എസെൻഷ്യൽ കണ്ടീഷൻസ് എക്സിസ്റ്റ്. ഇനി ഇത്തരത്തിൽ ഒബ്സർവേഷണൽ ലേണിംഗ് ടെക്നിക്കിലൂടെ ഒരു ബിഹേവിയർ മോഡിഫിക്കേഷൻ നടത്താനായി നമ്മൾ ഇറങ്ങുമ്പോൾ അവിടെ ഈ 4 മീഡിയേഷണൽ പ്രോസസ്സിൻ്റെ 4 സ്റ്റേജസും വളരെ ഇഫക്റ്റീവായിട്ട് തന്നെയാണ് ഓരോ കുഞ്ഞുങ്ങളിലും നടക്കുന്നതെന്ന് നമ്മൾ ഉറപ്പിക്കേണ്ടതുണ്ട്. അറ്റൻഷൻ എന്ന സ്റ്റേജിൽ കുട്ടികൾ വളരെ അറ്റൻറ്റീവ് ആയിരിക്കുന്നു എന്നുള്ളതും ഓരോ കുട്ടികൾക്കും കറക്റ്റായിട്ട് അത് മെമ്മറിയിൽ റിട്ടൻഷൻ അതിന് ഉതകുന്നുണ്ട് എന്നുള്ളതും പിന്നീട് അവർക്ക് അതിനെ റീപ്രൊഡ്യൂസ് ചെയ്യാൻ അല്ലെങ്കിൽ ഇമിറ്റേറ്റ് ചെയ്യാൻ അവർക്ക് സാധിക്കുന്ന ഒരു അവസരം ഒരുക്കിക്കൊണ്ടും പിന്നീട് അവർ വീണ്ടും അത് അവരുടെ ജീവിതത്തിൽ ആ ഒരു ബിഹേവിയർ കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടുന്ന ഒരു റീഇൻഫോഴ്സ്മെൻറ്റ്, ഒരു പോസിറ്റീവ് റീഇൻഫോഴ്സ്മെൻറ്റ് അല്ലെങ്കിൽ റിവാർഡ്സ് പ്രൊവൈഡ് ചെയ്തുകൊണ്ട് ആ ഒരു ബിഹേവിയർ അവരുടെ ജീവിതത്തിൽ അങ്ങോളം കൊണ്ടുപോകാൻ അവരെ സഹായിക്കുന്ന തരത്തിലുള്ള ഒരു സ്ട്രാറ്റജി ആയിരിക്കണം നമ്മൾ ക്ലാസ്സിൽ അഡോപ്റ്റ് ചെയ്യേണ്ടത്. ആൻഡ് ദാറ്റ്സ് ഓൾ. താങ്ക് യു.